എന്തോ സാങ്കേതികമായ കാരണമാണ് ലൈവ് കട്ടായിപ്പോയി. എന്ത് പറ്റി? ഇങ്ങനെ പോയാൽ ഞാൻ പറ്റും. അങ്ങനെ വരട്ടെ. ചില സാങ്കേതിക കാരണങ്ങളാൽ ആണ് ഇത് കട്ടായിപ്പോയത്. ടെക്നിക്കൽ എററാണ്. ഞാൻ പറഞ്ഞു വന്നത് 29 വർഷം മുമ്പാണ് ഞാൻ പ്രൊഫഷണൽ നാടക ഗാനരചയിതാവായത് എന്നാണ്. എൻ്റെ രണ്ടാമത്തെ നാടകമാണ് ജൂബിലിയുടെ ആലയം സ്നേഹാലയം. ശ്രീ രാജൻ ബി ദേവിൻ്റെ സംവിധാനമാണ്. ഒരു വലിയ മലയാള സിനിമയിൽ പാട്ടെഴുതുന്നതിനേക്കാൾ കൂടുതൽ ഉൾപ്പുളകം അന്നും ഇന്നും ഞാൻ കൊണ്ടാടുന്നത് ആ രാജൻ ബി ദേവിനോടൊപ്പം സഹകരിച്ച നിമിഷമാണ്. അത് വലിയ സന്തോഷകരമായ നിമിഷമാണ്. ഒരുപക്ഷെ ചേർത്തലക്കാർക്കറിയാം, രാജൻ ബി ദേവ് എക്കാലത്തെയും മികച്ച ഞങ്ങളുടെ ഉത്തേജക പ്രതീകമാണ്. രാജൻ ബി ദേവിൻ്റെ സമിതിയിൽ അടുത്ത വർഷം തന്നെ എൻ്റെ 20ാമത്തെ വയസ്സിൽ എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബെന്നി പി നായരമ്പലത്തിൻ്റെ ആയിരുന്നു നാടകരചന. ശ്രീ ആലപ്പി ഋഷികേശിൻ്റെ സംഗീതമായിരുന്നു. എൻ്റെ രണ്ടാമത്തെ സംഗീത സംവിധായകനാണ് ശ്രീ ആലപ്പി ഋഷികേശ്. ആദ്യത്തെ സംഗീത സംവിധായകൻ ബഹുമാനപ്പെട്ട ശ്രീ പാപ്പച്ചൻ മാസ്റ്റർ, പൂച്ചാക്കലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ വർഷം തന്നെ ഞാൻ വൈക്കം മാളവികയുടെ സ്നേഹപൂർവം രേവതിക്ക് എന്ന നാടകത്തിലും പാട്ടെഴുതി. 2 വലിയ സമിതികളിൽ പാട്ടെഴുതിയ 2ാം വർഷം എന്നുള്ളതാണ് എനിക്ക് 94-95 കാലഘട്ടത്തെ ഓർത്തെടുക്കാനുള്ളത്. ഉത്സവപ്പറമ്പുകളിലെ നിലാവുള്ള രാത്രികളിൽ നമ്മൾ ഉച്ചഭാഷണിയിൽ ഒഴുകി വരുന്ന ചില പേരുകാരെ ഹൃദയത്തിൽ ചേർക്കും. അത്തരം പ്രിയപ്പെട്ട ഒരുപാട് പേരുകാരുണ്ട്. ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കര, കരകുളം ചന്ദ്രൻ, പ്രദീപ് റോയ്, ടി കെ ജോൺ, രാജൻ പി ദേവ്, എസ് എൽ പുരം സദാനന്ദൻ, ഗീതാ സലാം, അങ്ങനെ ഒരുപാട് പേരുകൾ. അത്തരം ഒരുപാട് പേരുകാരുമായി സഹകരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഒരുക്കി തന്നത് പ്രൊഫഷണൽ നാടക രംഗമാണ്. നാടകത്തിലെത്തി 3ാമത്തെ വർഷം 96-ൽ പണ്ട് പാട്ടെഴുതാൻ വേണ്ടി, സിനിമയിൽ പാട്ടെഴുതാൻ വേണ്ടി ചില ആൾക്കാർ മദ്രാസിലേക്ക് ട്രെയിൻ കയറി പോകുമായിരുന്നു. അവരുടെ താല്പര്യങ്ങൾ, അതിന് ഒത്തുള്ള അവസരങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായി അന്ന് മദിരാശിയെ അവർ കണ്ടിരുന്നു. നാടകത്തിൽ അങ്ങനെ സജീവമായി പാട്ടെഴുതണം എന്നുണ്ടെങ്കിൽ കൊല്ലത്തേക്ക് വണ്ടി കയറണമായിരുന്നു ഒരിക്കൽ. അങ്ങനെ ഞാൻ കൊല്ലത്തേക്ക് വണ്ടി കയറിയും അൻസാർ ലോഡ്ജ് എന്ന് പറയുന്ന കൊല്ലത്തെ നാടകക്കാരുടെ കേന്ദ്രത്തിലെത്തുകയും ഓരോ ലോഡ്ജ് മുറിയും ഓരോ അതികായകന്മാർ താമസിക്കുന്ന നാടകത്തിൻ്റെ ഈറ്റില്ലങ്ങളായിരുന്നു. ഒരു മുറിയിൽ വയലാർ നാടകവേദിയുടെ ഉമ്മൻ കോശി സാർ, മറ്റൊരു മുറിയിൽ കൊല്ലം ബാബു, വേറൊരു മുറിയിൽ കബീർ ദാസ്. അങ്ങനെ ഏറ്റവും വലിയ ആൾക്കാർ, നാടകത്തിൽ നമ്മൾ ആരാധിച്ചിരുന്നവർ, ആഘോഷിച്ചിരുന്നവർ, അവർ ഓരോ മുറിയിലിരുന്നു കൊണ്ട് മലയാള പ്രൊഫഷണൽ നാടക രംഗത്തെ നിറം പിടിപ്പിച്ച ഒരു കാലഘട്ടം. ഞാൻ എല്ലാവരുടെ മുറിയിലും അവസരങ്ങൾ അന്വേഷിച്ച് പോയിട്ടുണ്ട്. പക്ഷെ കൊല്ലത്ത് എനിക്ക് ആദ്യമായൊരു അവസരം തന്നത് കൊല്ലം ചൈതന്യയുടെ സാരഥി ശ്രീ ഉഷാ ഉദയൻ ആണ്. മറക്കാനാവില്ല ആ പേര്. പേന തുറന്നു വയ്ക്കുമ്പോഴൊക്കെ ദൈവത്തെ പോലെ ഓർത്തെടുക്കുന്ന എൻ്റെ ദൈവതുല്യമായ രൂപങ്ങളിൽ ശ്രീ ഉഷാ ഉദയനുമുണ്ട്. കൊല്ലത്ത് ആ അവസരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് പിൽക്കാലത്ത് കൊല്ലം ബാബുവുമായോ കബീർ ദാസുമായോ വക്കം ഷക്കീറുമായോ ഒന്നും സഹകരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കൊല്ലം ചൈതന്യയുടെ അർച്ചന പൂക്കൾ എന്ന നാടകം വലിയ സന്തോഷകരമായ ഓർമ്മകളാണത്. അടുത്ത വർഷം 1997-ൽ കൊല്ലം ചൈതന്യയുടെ അവകാശി എന്ന നാടകത്തിന് എനിക്ക് മികച്ച നാടക ഗാനരചയിതാവിനുള്ള നാനാ ഗ്യാലപ്പോൾ അവാർഡ് ലഭിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓസ്കാറാണ് അത്, ഇപ്പോഴും അപ്പോഴും. നാനയുടെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഗ്ലാമറുള്ള ഒരു അവാർഡാണ്. ഞാൻ അന്നാണ് ഒരു ഹോട്ടൽ മുറിയിൽ ആദ്യമായി താമസിക്കുന്നത്. എൻ്റെ അച്ഛൻ
നാടകത്തെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ലാതിരുന്നൊരു പാവം മനുഷ്യൻ. മകൻ നല്ല ജോലിയുടെ സാധ്യതയിലേക്ക് പോകുന്ന സമയത്ത് എന്തിനാണ് ഈ പാട്ടെഴുത്തുകാരനായി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് എന്ന് ചോദിക്കാതെ, അവൻ്റെ സ്വപ്നങ്ങൾ എന്തെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ വീട്ടിലിരുന്ന ആ പാവം മനുഷ്യൻ എൻ്റെ പുരസ്കാരം കാണാൻ കൊല്ലത്ത് ആ വേദിക്ക് മുമ്പിൽ വന്ന് ഇരുന്നത് ഞാൻ എന്നും വളരെ വൈകാരികമായാണ് ഓർക്കുന്നത്. അച്ഛൻ ജില്ല വിട്ട് പുറത്തു പോകാത്തൊരു മനുഷ്യനായിരുന്നു. അച്ഛനൊരു നാട്ടു ഡോക്ടർ എന്നൊക്കെ പറയും നമ്മൾ. അച്ഛൻ അങ്ങനെ B.Pharm കഴിഞ്ഞതിന് ശേഷം ഡിസ്പെൻസറിയൊക്കെ തുടങ്ങാനുള്ള അധികാരമുണ്ടായിരുന്ന എൻ്റെ ഗ്രാമത്തിലെ ഒരു വലിയ പിഷഗ്ഗുരനായിരുന്ന അച്ഛൻ. അതായിരുന്നു ലോകം അച്ഛന്. അച്ഛന് ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് പോയിട്ടേയില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയ ഒരു കാലത്ത് മാത്രം കോഴിക്കോട് പോയ ഓർമ്മ മാത്രമുള്ള എൻ്റെ അച്ഛൻ എൻ്റെ പുരസ്കാരം മേടിക്കുവാൻ ഒറ്റയ്ക്ക് വണ്ടി കയറി കൊല്ലത്തെത്തി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്റ്റേജിൻ്റെ മുമ്പിലിരുന്നത് ഞാൻ ആരാധിച്ച നാടകപ്രവർത്തകരുടെ നടുവിലാണ് എന്നുള്ളത് ഇപ്പോഴും ഞാൻ വൈകാരികമായ ആനന്ദത്തോടെ ഹൃദയത്തിൽ കൊണ്ടാടി ഓർക്കുകയാണ്. നാടകത്തിനപ്പുറം സ്വപ്നങ്ങളില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ എനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നാടകത്തിൽ പാട്ടെഴുതിയിട്ട് ആ പാട്ട് കേൾക്കാൻ വേദിയിൽ മുമ്പിലിരിക്കുന്നതിൻ്റെ അനുഭൂതിയുണ്ടല്ലോ, അത് പിൽക്കാലത്ത് ഞാൻ പാട്ടെഴുതി 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ മല്ലു സിംഗും റോമൻസും സൗണ്ട് തോമയും ഹാപ്പി വെഡ്ഡിങ്ങും ഉൾപ്പെടെ ഒരുപാട് നിറഞ്ഞോടിയ സിനിമകൾ എനിക്ക് നൽകിയ ആഹ്ലാദത്തിൻ്റെ എത്രയോ എത്രയോ ഇരട്ടിയാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത്. നാടകം എനിക്ക് അത്രയേറെ വൈകാരികമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതാണ് എന്ന് പറയാൻ ആണ് ഇത്രയും ഞാൻ പറഞ്ഞത്. കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ പാർത്ഥസാരഥി, എൻ്റെ 3 ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ. നമസ്കാരം. നാടകം നമ്മളെ ഭ്രമിപ്പിച്ചതുപോലെ മറ്റൊരു കലയും നമ്മളെ ഭ്രമിപ്പിച്ചിട്ടില്ല. നാടകത്തിൻ്റെ സാധ്യതകൾ അത്രയേറെ വൈകാരികമാണ് എന്ന് പറയുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നാടകത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നാടകം ഇപ്പോഴും കരുത്തുള്ള പ്രമേയങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനുള്ള കരുത്തുള്ള പ്രതിഭകൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നാടകം അങ്ങനെ കരുത്തില്ലാതായി പോയി എന്ന് വിലപിക്കുന്നവരോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ, വേറെ ഏത് കലയ്ക്കാണ് സാമൂഹിക പ്രതിബദ്ധതയോടെ ഇങ്ങനെ നിൽക്കാനുള്ള കരുത്ത്? വേറൊരു സിനിമയേക്കാൾ എത്രയോ ഇരട്ടി സാമൂഹിക പ്രതിബദ്ധത നമ്മുടെ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് തന്നെ ഉണ്ട്. അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾക്ക് അടുത്തെങ്ങും ഒരു സിനിമയും കൈകാര്യം ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നാടകം ഒരു തരത്തിൽ നമുക്ക് മാറ്റി നിർത്താനാവാത്ത ഒരു വലിയ കലയാണ്. സാവിത്രിയുടെ കുഞ്ഞിൻ്റെ ഒരു കഥയുണ്ട്. സാവിത്രി കുഞ്ഞിനെ ഒക്കത്തെടുത്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കണ്ടോ എൻ്റെ കുഞ്ഞിനെ കണ്ടോ എന്ന് വിലപിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറയുകയാണ്, എടീ സാവിത്രിയെ, നിന്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് മൂത്തതാണോ അതോ ഇളയതാണോ എന്ന്. ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ സാവിത്രിക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നത് പോലെ ആണ് നമുക്കും നമ്മുടെ ഒക്കത്തിരിക്കുന്ന ഈ നാടകം ഒരുപാട് പേർ കാണുന്നുണ്ട്. ഒത്തിരി പേർക്ക് ആഹ്ലാദകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ അനുഭൂതി മണ്ഡലങ്ങളെ പരിവപ്പെടുത്തുന്നുണ്ട്, രൂപപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പേരുടെ നിഷ്കളങ്കമായ അനുഭൂതി മണ്ഡലങ്ങളിൽ 1000 വർണ്ണ ചിത്രങ്ങൾ വിതറുന്നുണ്ട്. ആ കുഞ്ഞിന് നമ്മുടെ ഒക്കത്താണ് ഇരിക്കുന്നതെന്ന് നമ്മളാണ് ആദ്യം ബോധ്യപ്പെടേണ്ടത്. അതിനെ ഒന്ന് കുളിപ്പിച്ച് ഒരുക്കി ഒരു പൊട്ട് തൊടിയിക്കേണ്ട ചുമതല കൂടി ഒക്കത്തിരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നാടകം ശ്രീ സരിത പറയുന്നത് പോലെ, സരിത പറയുകയാണ്, നാടകം ശരിക്കും ഓരോ അനുഭവ കഥകളാണ് എന്ന്. സരിതയെ, നാടകം ജീവിതം തന്നെയാണ്. ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം നാടകത്തേക്കാൾ വലിയ നാടകങ്ങളല്ലേ?
എത്ര സംഭവബഹുലമാണ്. അത്തരം അനേകായിരം സംഭവങ്ങൾ ഓരോ ഉത്സവപ്പറമ്പുകളിലും ഓരോ പള്ളിമുറ്റത്തും എത്തി കാത്തുകിടന്ന് അറിഞ്ഞും അനുഭവിച്ചും ജീവിതം തിരിച്ചറിഞ്ഞവരുടെ പേരാണ് നാടകക്കാർ. അത്രയേറെ അനുഭവങ്ങളുടെ കനലിൽ നിന്ന് മറ്റൊരു കലാസാഹിത്യ മേഖലയും ഇല്ല. ശ്രീ സജികുമാർ KPSC പറയുന്നു, ചൈതന്യയുടെ അരുന്ധതി നക്ഷത്രം, അമൃതം ദിവ്യം എന്നീ നാടകങ്ങൾക്ക് വേണ്ടി ഞാൻ രചിച്ച പാട്ടുകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം എന്നാണ്. സജിക്ക് എൻ്റെ സ്നേഹ നമസ്കാരം. കഴിഞ്ഞ 29 വർഷം മറക്കാനാവാത്ത കാലമാണ്. ഒരു പേന മാത്രമെടുത്ത് ലഭിച്ച ജോലി, അത് സർക്കാർ ജോലിയാണെങ്കിൽ ആയിട്ട് പോലും അതിൻ്റെ സാധ്യതയോ ഭദ്രതയോ ചിന്തിക്കാതെ അതിനേക്കാൾ വലുതാണ് എഴുത്ത് എന്ന് ഒരു ഉൾക്കരുത്തോടെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കടുത്ത് സഞ്ചരിച്ചൊരു സാധാരണ ഒരാളാണ് ഞാൻ ഇന്നും എൻ്റെ വീട്ടിൽ പറഞ്ഞ കാര്യം, ഒരു പേനയും പോക്കറ്റിൽ കുത്തി പുറത്തേക്കിറങ്ങി ജീവിതത്തെ തിരിച്ചറിഞ്ഞ് അസന്നിഗ്ധത മനസ്സിലുണ്ടാവുമ്പോഴും കാലം നീ ഇതുകൊണ്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് എഴുത്തിലും പ്രഭാഷണങ്ങളിലും ഒക്കെ മുഴുകി തന്നെ എൻ്റെ 30 വർഷത്തിനടുത്ത് 29 വർഷക്കാലം വളരെ ഭംഗിയായി, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, അതുകൂടി പറയണമല്ലോ, കലാകാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. അക്ഷരം എഴുതി തന്നെ നല്ല സർക്കാർ ജോലി എനിക്കൊരു 24 വയസ്സിൽ തന്നെ ലഭിച്ചു. അതിൻ്റെ തുടർ സാധ്യതകൾ പോലും ഞാൻ പരിഗണിക്കാതെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ നാടകം എനിക്ക് എക്കാലവും പ്രിയപ്പെട്ട എൻ്റെ ഈറ്റില്ലമാണ്, എൻ്റെ പാഠശാലയാണ്, എൻ്റെ അനുഭവങ്ങളുടെ കലവറയാണ്. ശ്രീ മുരളി ചോദിക്കുന്നു, നാടകത്തിലായാലും സിനിമയായാലും ഇന്ന് പാട്ടുകളുടെ എണ്ണം തീരെ കുറവാണ്. പ്രേക്ഷകർ ആസ്വാദനക്ഷമതയില്ലായ്മ കൊണ്ടാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. കാലം മാറുമ്പോൾ അതിൻ്റെ ഭാവുകത്വം മാറിപ്പോകുമല്ലോ. സിനിമയ്ക്ക് ഭാവുകത്വം മാറിപ്പോയിട്ടുണ്ടല്ലോ, സിനിമയുടെ സംഭാഷണത്തിൻ്റെ ശൈലി മാറിപ്പോയി, പാട്ടുകളുടെ ഭാവുകത്വവും മാറി, ജീവിതത്തിൻ്റെ ഭാവുകത്വം മാറിപ്പോയില്ലേ. നമ്മുടെ പ്രണയത്തിൻ്റെ, നമ്മുടെ വൈകാരികമായ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നാടകവും സിനിമയും ഒക്കെ. കല തീർച്ചയായിട്ടും ജീവിതാനുഗന്ധിയാണ്, ജീവിതാനുസാരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാറ്റുവേല പെണ്ണെ എന്നൊന്നും ഇനി പാട്ടെഴുതാൻ ഒക്കില്ല. കാര്യം MA മലയാളം പഠിച്ച ഒരാൾക്ക് എന്താണ് ഞാറ്റുവേല എന്നറിയില്ല. മകയിരം ഞാറ്റുവേലയുണ്ട്, തിരുവാതിര ഞാറ്റുവേലയുണ്ട്. മകയിരം ഞാറ്റുവേലയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗവേഷണ വിദ്യാർത്ഥി, MA മലയാളമൊക്കെ പഠിച്ചൊരു ഗവേഷണ വിദ്യാർത്ഥി എന്താണ് മകയിരം ഞാറ്റുവേല എന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് പ്രൗഢഗംഭീരമായ പദപ്രയോഗങ്ങൾ പോലും സാധ്യമല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് എൻ്റെ 20കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ 20 വയസ്സ് തൊട്ട് ഏകദേശം 30 വയസ്സ് വരെയുള്ള സമയം പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ വളരെ സജീവമായിരുന്നു. ആ കാലമാണ് ഞാൻ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നാട്ടിടവഴികളിലൂടെ സഞ്ചരിച്ചത്. ഓരോ നാട്ടിടവഴിയുടെ ഓരങ്ങളിലും ഉള്ള എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നാടകത്തിൻ്റെ ക്യാമ്പ്. ഞാൻ പരിചയപ്പെട്ട മഹാരഥന്മാരുടെ പട്ടികയിൽ ഞാൻ ആദ്യം ചേർത്ത് വയ്ക്കുന്നത് എൻ്റെ നാടകത്തറവാട്ടിലെ അംഗങ്ങളെ തന്നെയാണ്. എനിക്കറിയാം ശ്രീ രാജൻ P. ദേവ്, ഗീതാ സലാം, TK ജോൺ, വക്കം തന്നെ ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കര, വത്സൻ നിസരി, രാജീവൻ മമ്മളി, ഹേമന്ത് കുമാർ, രാജേഷ് ഇരളം. ഇതിൽ ചുരുക്കം 1-2 പേരുമായിട്ട് മാത്രമേ ഞാൻ സഹകരിക്കാതെയുള്ളൂ. ബാക്കി എല്ലാവരുമായും, നാടകപ്രവർത്തകരിൽ എല്ലാവരുമായിട്ട് ഞാൻ സഹകരിച്ചു. എൻ്റെ തലമുറയിൽ എനിക്ക് മാത്രം കിട്ടിയ ഒരു ഭാഗ്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ശ്രീ MK അർജുനൻ മാഷ് തൊട്ട് ഫ്രാൻസിസ് വലപ്പാട്, കുമരകം രാജപ്പൻ, കലവൂർ ബാലൻ, ആലപ്പി ഋഷികേശ്, ആലപ്പി വിവേകാനന്ദൻ തൊട്ട് അനിൽ മാള വരെ, ഏറ്റവും സെബി നായരമ്പലം ഉൾപ്പെടെ, എൻ്റെ പ്രിയപ്പെട്ട സെബിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ഇത്രയും സംഗീത സംവിധായകരോടൊപ്പം സഹകരിച്ച എൻ്റെ തലമുറയിലെ ഏകയാൾ ഞാനാണ്.
ഏകയാണ്, മറ്റൊരാരുമില്ല. കാര്യം അർജുനൻ മാഷുമായിട്ടും ഫ്രാൻസിസ് പലപ്പാടുമായിട്ടും വൈപ്പിൻ സുരേന്ദ്രനുമായിട്ടും കുമരകൻ രായപ്പനുമായിട്ടും കലവൂർ ബാലനുമായിട്ടും ഇനി ആർക്കും സഹകരിക്കാനാവില്ല എന്നുള്ളതുകൊണ്ടാണ്. മൺമറഞ്ഞു പോയ ആ മഹാപ്രതിഭകളോടൊപ്പം സഹകരിക്കാൻ എനിക്ക് എൻ്റെ 19 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള ആ അപൂർവ കാലഘട്ടത്തിൽ സാധിച്ചു. മലയാള നാടകവേദിയിലെ ഏറ്റവും പുതിയ നാടക സംഗീത സംവിധായകനാണ് ശ്രീ അനിൽ മാള. അദ്ദേഹവുമായും എനിക്ക് സഹകരിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനൊരു പുതിയ ഭാവുകത്വമുണ്ട്. സിനിമയുമായി കൂടുതൽ അടുത്ത് നിൽക്കുകയും സിനിമയെ കൂടുതൽ സ്നേഹിക്കുന്ന പ്രണയിക്കുന്നവരുടെ വരെ കൂടി തൃപ്തിപ്പെടുത്തി സ്റ്റേജിന് മുമ്പിൽ നിന്നുകൊണ്ട് അവരുടെ ആസ്വാദന നിലവാരത്തിൻ്റെ മാറിയ പരിതസ്ഥിതികളെ പൊതിയുവാനും പ്രണയിക്കുവാനും ശ്രീ അനിൽ മാളയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും പുതിയ സംഗീത സംവിധായകനായ ശ്രീ അനിൽ മാളയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ശ്രീ ബിനീഷ് പറയുന്നു, താങ്കളുടെ നാടകഗാനങ്ങളിൽ മലയാള ഭാഷയുടെ മാധുര്യമുണ്ട് എന്ന്. എൻ്റെ നാടകഗാനങ്ങളിൽ ഏകദേശം 100-300ഓളം പാട്ടുകൾ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് രാജീവ് ആലിങ്കൽ ഡ്രാമ സോങ്സ് എന്നടിച്ചാൽ കിട്ടും. ഞാൻ തന്നെ സംഗീത സംവിധായകരോടും അതിൻ്റെ മുതലാളിമാരോടും ഒക്കെ ഈ പാട്ട് മേടിച്ച് യൂട്യൂബിൽ പല രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാര്യം നാടകഗാനങ്ങൾക്ക് ആയുസ് 1 വർഷം മാത്രം എന്നതാണ് ഒരു ദയനീയ സ്ഥിതി. നാടകഗാനങ്ങളുടെ ആയുസ് 1 വർഷം, അതാണ്. അടുത്ത നാടകം നമുക്ക് 1-2 വർഷം കഴിഞ്ഞാൽ ഒരു സമിതിയുടേത് കാണാനുള്ള ഭാഗ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നാടകപ്പാട്ടുകൾ. അനശ്വരമായ നാടകഗാനങ്ങൾ HMV CD അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക് ആക്കി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അനശ്വരമായിരിക്കുന്നത്. KPSCയുടെയും ഗീതയുടെയും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും ഒക്കെ പഴയ പാട്ടുകൾ, ഏറ്റവും നല്ല പാട്ടുകൾ, അത് ആലേഖനം ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അനശ്വരമായത്. പുതിയ പാട്ടുകളൊന്നും മോശമല്ല. ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതിയ എത്രയെത്ര മനോഹരമായ ഗാനങ്ങൾ, ഏഴാച്ചേരിയുടെ ഉൾപ്പെടെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കാനുള്ള സാധ്യതയില്ലായ്മ ഉണ്ടായത് നമുക്ക് ആലേഖനം ചെയ്യപ്പെട്ടു വയ്ക്കാനുള്ള സാധ്യതയിലേക്ക്, ടെക്നോളജിയിലേക്ക് മലയാള പ്രൊഫഷണൽ നാടകരംഗം മുന്നേറിയില്ല എന്നുള്ളത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ശ്രീ ഏഴാച്ചേരി അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ബുക്കുകളാക്കി ഇറക്കാൻ നേരത്ത് അദ്ദേഹത്തിന് ഓർമ്മ വന്ന 10-40 ഗാനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ആരാധകരാണ് അവരുടെ നാടക ഓർമ്മയിൽ നിന്നും തിരഞ്ഞെടുത്ത് കൊടുത്തത്. ശ്രീ സുദർശനൻ വർണ്ണം ഏഴാച്ചേരിയുടെ കടുത്ത ആരാധകനാണ് അദ്ദേഹം ഒരു 10-20 പാട്ട് 30ഓളം പാട്ടുകൾ ഏഴാച്ചേരിയുടേതായി കാണാപ്പാടം പഠിച്ചിട്ട് ഏഴാച്ചേരിക്ക് പറഞ്ഞു കൊടുത്തു. ഏഴാച്ചേരി കൊല്ലം തൂലികയുടെ ആണെന്ന് തോന്നുന്നു ബേബിക്കുട്ടൻ സാറിൻ്റെ ചെമ്മീൻ എന്ന് പറയുന്ന നാടകത്തിൽ കരിഞ്ഞണ്ടുകൾ കുടിലുകൾ വച്ചൊരു കടപ്പുറത്ത് എന്ന് പറയുന്ന ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയതായിട്ട് പോലും ആണ് പാട്ട്, പക്ഷേ ഏഴാച്ചേരി പോലും ഓർക്കുന്നില്ല ആ പാട്ട്. ഞാനതിൻ്റെ കാണാപ്പാടം ആ കാലത്ത് നാടകം ഒരുപാട് കണ്ടതുകൊണ്ട് അത് ശ്രീ ഏഴാച്ചേരിയോട് പറഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് മാറി നമസ്കാരം ഗിരീഷ് രവി ശ്രീ വെയിൽ എന്ന് പറയുന്ന നാടകത്തിൻ്റെ അഭിനേതാവാണ്. ആലപ്പുഴയിലൊടുത്ത് നാടകത്തിന് വന്നപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വളരെ വൈകാരികമായി സംസാരിക്കുന്ന ഞാനൊരു നല്ല പ്രസംഗാനാണെന്നാണ് ഗിരീഷ് പറയുന്നത്. ഞാനിങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്, അല്ലാതെ മൈക്കിൻ്റെ മുമ്പിൽ വെച്ച് ഒരു തരത്തിലുമുള്ള ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാടകഗാനങ്ങൾ, അതിന് ഇത്തരം ഒരു ദുര്യോഗം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ യൂട്യൂബിലേക്ക് അത് അപ്ലോഡ് ചെയ്തത്. എൻ്റെ 100-200ഓളം നാടകഗാനങ്ങൾ ഏകദേശം യൂട്യൂബിലുണ്ട്. വളരെ 19 വയസ്സിൽ തന്നെ ഈ രംഗത്ത് വന്നതുകൊണ്ട് അന്ന് തൊട്ടേ സംഗീത സംവിധായകരോടും രചയിതാക്കളോടും വളരെ തന്ത്രത്തിൽ നിന്ന് ഈ പാട്ട് മേടിച്ചെടുക്കുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഞാൻ എഴുതിയ 250 CD-കളും കാസറ്റുകളും കൂടി ഏകദേശം 2500 ഗാനങ്ങളുണ്ട്. നാടകത്തിലാണെങ്കിൽ 1000-ലേറെ പാട്ടുണ്ട് 250 നാടകങ്ങളിലായി. ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. അതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. സൂക്ഷിച്ചു വയ്ക്കാനാണ്, കാലങ്ങൾ കേൾക്കാനാണ്. അത്തരം നിർബന്ധം എനിക്കുണ്ട്. ആദ്യം എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ 93-ൽ ഞാൻ ശൈലജ തിയേറ്റേഴ്സിൽ എൻ്റെ ആദ്യ നാടകത്തിൽ എൻ്റെ സംഗീത സംവിധായകനോടൊപ്പം ചേർന്ന് നിന്ന്, പാപ്പച്ചൻ മാസ്റ്ററോടൊപ്പം ചേർന്ന് നിന്ന് എടുത്ത ഫോട്ടോ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോ വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. രാജൻ ബി ദേവിനെ ആദ്യം കണ്ടപ്പോൾ ചേർത്ത് നിർത്തിയെടുത്ത ഫോട്ടോയും. പ്രതിഭകളെ കാണുമ്പോൾ ഉടനെ ഞാനൊരു ഫോട്ടോഗ്രാഫറെ ഓർക്കുമായിരുന്നു. തന്ത്രത്തിൽ ആ ഫോട്ടോഗ്രാഫറെ ഞാൻ അടുത്ത് കൂട്ടി
പെട്ടെന്ന് എടുത്തോളാൻ പറയും. അത് സൂക്ഷിച്ചു വയ്ക്കാറുണ്ടായിരുന്നു. എൻ്റെ ഒരു ശീലം അതായത് വളരെ പ്രശസ്തമായ എല്ലാ പാട്ടുകളും പ്രഗത്ഭരോടൊപ്പമുള്ള ഓർമ്മ ചിത്രവും എൻ്റെ കൈവശമുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാനിത് പറയാൻ കാര്യം, ഒരുപാട് പേർ അവരിലൂടെ തന്നെ അവരുടെ ഓർമ്മകൾ തീർന്നു പോവുകയും അവരുടെ ചരിത്രം അവരുടെ ജീവിതം കൊണ്ട് തീർന്നു പോവുകയും അവരുടെ അനന്തരാവകാശികളിൽ ആരും അത് കൊണ്ടാടാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ ജീവിതം അവർ അടയാളപ്പെടുത്തി വയ്ക്കുക, അത് സെൽഫ് പ്രൊമോഷനാണെന്ന് പറയുന്നവരൊക്കെ അസൂയാലുക്കളാണ്. ഫേസ്ബുക്കിൽ നമ്മുടെ ഫോട്ടോ ഇടാൻ നേരത്ത് സെൽഫ് പ്രൊമോഷനാണെന്ന് പറയുന്ന ചില പാർട്ടികളുണ്ട്. അങ്ങനെ ഇടാനൊരു ഫോട്ടോ പോലും ഇല്ലാത്തവരോട് നമ്മളെന്താണ് മറുപടി പറയാറുള്ളത്? നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളെക്കുറിച്ചാണല്ലോ പറയേണ്ടത്. നമ്മുടെ അടയാളപ്പെടുത്തലാണ് ആ ഫേസ്ബുക്ക്. 5 വർഷം മുമ്പ് ഒരു ഫോട്ടോ ഇട്ടത് ഇപ്പോഴും തിരഞ്ഞാൽ കിട്ടുന്ന ഒരു വലിയ സാധ്യതയുടെ പേരാണ് ഫേസ്ബുക്ക്. അതുപോലെ യൂട്യൂബ്, അതെല്ലാം ഉപയോഗിക്കണം. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ആത്യന്തികമായി. നമ്മളെ അടയാളപ്പെടുത്തിയില്ലെങ്കിൽ കാലം നമ്മളെ ഓർക്കില്ല. അങ്ങനെ ഓർക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, പ്രൊഫഷണൽ നാടക രംഗത്തെ അതികായകന്മാരായ ഒത്തിരി പേരുമായി സഹകരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ജനിച്ചത് അല്പം താമസമായതുകൊണ്ട് ഒരു 10-15 വർഷം മുമ്പ്, ഞാൻ 73-ലാണ്, 63-ലെങ്ങാനും ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ വലിയ പ്രതിഭകളുമായി കാണാനെങ്കിലും ആകുമായിരുന്നു. അവരെ ഒന്നും കാണാനുള്ള ഭാഗ്യം ഒരുപക്ഷെ ശ്രീ പി ജെ ആന്റണി സാറുമായിട്ട്, KM ധർമ്മൻ, അദ്ദേഹത്തെ പിൽക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് സമ്മേളന വേദികളിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലും സഹകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ജനിച്ചത്, ഇത്രയും താമസിച്ച് ജനിച്ചത് നമ്മുടെ ഒരു അപരാധമല്ലല്ലോ. അപ്പോൾ ജനിച്ച ആ സമയം തൊട്ട് ഏകദേശം എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ആദ്യമായി സംസ്ഥാന അവാർഡ് കിട്ടിയ നാടകവും ആ ഗാനവും ഓർമ്മയിലുണ്ടെങ്കിൽ ആ വരികളൊന്ന് ചൊല്ലുമോ എന്നാണ്. ആദ്യമായി സംസ്ഥാന അവാർഡ് ലഭിച്ചത് 2004-ലാണ്. അത് കായംകുളം സബരിയുടെ ഓമൽ കിനാവ് എന്ന നാടകമാണ്. ശ്രീ VR സുരേന്ദ്രൻ്റെ രചന, വക്കം ഷക്കീർ ബായിയുടെ സംവിധാനം, ആലപ്പി വിവേകാനന്ദൻ്റെ സംഗീതം. ആ നാടകത്തിലെ എല്ലാവർക്കും അവാർഡുണ്ടായിരുന്നു. ഗാനരചനയ്ക്ക്, സംഗീതത്തിന്, ആലാപനത്തിന്, എല്ലാത്തിനും അവാർഡുണ്ടായിരുന്നു. അത് നല്ലൊരു ഗാനവുമായിരുന്നു അത്. ആശതൻ കൂടാര കൂട്ടിൽ നിന്നും അകന്നീറി ഒരു തുടർ യാത്ര, ജീവിതം നിലയ്ക്കാതെ നീളുന്ന യാത്ര എന്നായിരുന്നു ആ പാട്ടിൻ്റെ തുടക്കം. യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് രാജീവ് ആലിങ്കൽ സ്റ്റേറ്റ് അവാർഡ് ഡ്രാമ സോങ്സ് എന്നടിച്ചാൽ ആ പാട്ട് കേൾക്കാം. ആശതൻ കൂടാര കൂട്ടിൽ നിന്നും അകന്നീറി ഒരു തുടർ യാത്ര, ജീവിതം നിലയ്ക്കാതെ നീളുന്ന യാത്ര. ഓമൽ കിനാവുകൾ മനം നീറിപ്പിടയുമ്പോൾ എന്നാണ് അതിൻ്റെ അടുത്ത വരി. അങ്കമാലി അമൃതയുടെ അവതരണ ഗാനം 20 വർഷം മുമ്പ് എഴുതിയതാണ് രാജീവ് ആലിങ്കൽ എന്നാണ് ശ്രീ കുര്യനാട് ചന്ദ്രൻ പറയുന്നത്. കുര്യനാട് ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നിട്ട് എഴുതിയ പാട്ടാണ് അങ്കമാലി അമൃതയുടെ അവതരണ ഗാനം. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, എൻ്റെ പ്രിയപ്പെട്ട നാടക സുഹൃത്തുക്കളെ, 2002-ൽ ഞാൻ ഒരു ചലച്ചിത്ര ഗാനരചയിതാവായി. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. എനിക്ക് പിന്നീട് ഒരുപക്ഷെ എന്നേക്കാൾ പ്രഗത്ഭരായവർക്ക് കാലം അനുവദിക്കാതിരുന്ന സൗഭാഗ്യങ്ങൾ സമ്മാനിച്ചു കാലം. പ്രിയദർശൻ്റെ വെട്ടം ആയിരുന്നു 2ാമത്തെ സിനിമ. തുടർന്നിങ്ങോട്ടുള്ള ഈ 17 വർഷം കൊണ്ട് ഒരു ഗാനരചയിതാവിൻ്റെ സ്വപ്നങ്ങൾ അക്ഷരാർത്ഥത്തിൽ സഫലമാക്കിയ കാലത്തിൻ്റെ കാരുണ്യത്തിന്, ഔദാര്യത്തിന് ഞാൻ നന്ദി പറയുന്നു. 130 സിനിമകൾ. അതിനിടയ്ക്കാണ് ഞാൻ പിന്നീടുള്ള എൻ്റെ 100 നാടകങ്ങളുടെ പാട്ടെഴുത്ത് നടത്തിയത്. സിനിമ നമുക്കറിയാം, സിനിമയിൽ പാട്ടെഴുതി കഴിയുമ്പോൾ ഒരാൾ വലിയ സെലിബ്രിറ്റിയായി സമൂഹത്തിന് തോന്നും. പിന്നീട് ആശംസ പ്രസംഗത്തിന് പോലും വിളിക്കാത്ത സമൂഹം നമ്മളെ ഉദ്ഘാടകനാക്കും, മുഖ്യാതിഥിയാക്കും. പിന്നീട് നമ്മൾക്ക് ചില സൗഭാഗ്യങ്ങൾ കാലം സമ്മാനിക്കും. നമ്മുടെ യാത്ര അറിയാതെ ബസ്സിൽ നിന്നും കാറിലേക്ക് ആക്കും. ഈ ഗ്യാസ് മേടിച്ചവൻ പിന്നീട് ചന്ദനമുട്ടിയും വിറകായി ഉപയോഗിക്കില്ലെന്ന് പറയുന്നത് പോലെ. അപ്പോഴൊക്കെ സിനിമ നമുക്ക് തരുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളൊന്നും നമുക്ക് തരില്ലെന്ന് ഉറപ്പ് വരുത്തിയ നാടകത്തെ മറക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ഗുരുത്വത്തോടെ
ഈ നിമിഷം വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വളരെ പൈസ കുറഞ്ഞാൽ പോലും അരങ്ങിലെ അനുഭൂതിക്ക് പകരമാവില്ല ആ പൈസ എന്നെനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഒരു പ്രൊഫഷണൽ നാടകക്കാരനും വിളിച്ചാൽ പാട്ടെഴുതി കൊടുക്കാത്ത ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഇനി എത്ര നാൾ എന്ന മനോഹരവും അർത്ഥവത്വവുമായ കവിത, അത് രണ്ടുപേര് ചൊല്ലാമോ എന്നാണ്. അതെൻ്റെ ഒരു കവിതയാണ്, ഇനി എത്ര നാൾ. അത് ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കരയുടെ ആവശ്യപ്രകാരം വത്സൻ നിസരി സംവിധാനം ചെയ്ത കൊല്ലം അസീസിയുടെ ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ ഞാൻ ഈ കവിത തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി എത്ര നാൾ നമ്മൾ ഈ ഭൂവിലൊന്നിച്ചു കഴിയുമെന്നറിയില്ല കൂട്ടുകാരി, ഇനി എത്ര നാൾ നമ്മൾ ഈ ഭൂവിലൊന്നിച്ചില്ല കൂട്ടുകാരി, ഇടനെഞ്ചിലൂറും ഈ സ്നേഹവും പരിഭവക്കരടും പിണക്കവും എത്ര നേരം, ഒന്നു പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുവാൻ നേരമുണ്ടാകുമോ കൂട്ടുകാരി, ഒന്നു പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുവാൻ നേരമുണ്ടാകുമോ കൂട്ടുകാരി. ബഹുമാനപ്പെട്ട ശ്രീ അനിൽ ആറ്റിങ്ങൽ ആശംസകൾ പറയുന്നു. സന്തോഷം. ഒരുപാട് പേര് ആശംസയുണ്ട്. എല്ലാവരുടെയും പേര് പറയാത്തത് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ വലിയ ഭാഗ്യമാണ്. ഞാൻ രാജൻ ബി ദേവിനെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. രാജൻ ബി ദേവാണ് എനിക്ക് ആദ്യത്തെ പ്രതിഫലം നൽകിയത്. അതുകൊണ്ടാണ്. ശ്രീ രാജൻ ചേട്ടൻ്റെ ഓർമ്മ ദിവസമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. എനിക്ക് ഒരുപാട് നാടകങ്ങൾക്ക് പാട്ടെഴുതാനുള്ള അവസരം നൽകിയത് ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കരയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങൾക്കും പാട്ടെഴുതാനുള്ള ഒരു വലിയ സന്തോഷകരമായ അഭിജാതമായ ഒരു പുണ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ശ്രീ വത്സൻ നിസരി ഒരുപക്ഷെ എൻ്റെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പാട്ടെഴുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ശ്രീ പ്രദീപ് റോയുടെ സംവിധാനത്തിലുള്ള നാടകങ്ങൾ, അതുപോലെ തന്നെ ശ്രീ വക്കം ഷക്കീറിൻ്റെ സംവിധാനത്തിലുള്ള നാടകങ്ങൾ, അതിനു മുമ്പ് ശ്രീ ആദിനാട് ശശിയുടെ സമതി, അതിനോട് ശ്രീ ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ മയിൽപ്പീലി എന്ന നാടകം, ഉമ്മർ സാറിനെ ഓർക്കുന്നു, ഗോപാലകൃഷ്ണൻ സാറിനെ ഓർക്കുന്നു, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നാടകൃത്ത്. ഇനി എത്ര നാൾ എന്നത് സൂപ്പർ കവിതയാണ് എന്നാണ് ശ്രീ സന്തോഷ് കുമാർ പറയുന്നത്. സന്തോഷം. ചുരുട്ടിയെറിഞ്ഞ പേപ്പറിൻ്റെ ദുഃഖം എന്തായിരിക്കും? ചുരുട്ടിയെറിഞ്ഞ പേപ്പറുകളാണ് പിന്നീട് നല്ല പേപ്പറുകളിൽ എഴുതുന്ന അക്ഷരങ്ങളുടെ സൗന്ദര്യവും കരുത്തും നമുക്ക് സമ്മാനിക്കുന്നത്. അത് ഒരു കോവിഡ് കാലം ആണ്, വല്ലാത്ത സങ്കടകരമായ കാലം. എല്ലാവരും വീട്ടിലിരിപ്പാണ്. അരങ്ങ് അടഞ്ഞു കിടക്കുന്നു. കലാകാരന്മാരുടെ സങ്കടം അതെല്ലാം വല്ലാതെ നമ്മളെ അലട്ടുന്നുണ്ട്. മനസ്സിന് സുഖം തോന്നിയ സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയപ്പോഴാണോ നാടകത്തിന് വേണ്ടി എഴുതിയപ്പോഴാണോ എന്നാണ്. രണ്ടും ഉണ്ട്. സിനിമയൊന്നും തള്ളിപ്പറയാനാവില്ലല്ലോ. സിനിമ സുഖകരമായ നിമിഷം നൽകുന്നത് നിറയെ പൈസ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു സിനിമയിലെ പാട്ടെഴുതാൻ നേരത്ത് കിട്ടിയ പൈസയേക്കാൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തി നമ്മളെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങാനുള്ള സാധ്യതയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. പക്ഷെ നാടകത്തിലെ പാട്ടെഴുതുമ്പോഴുണ്ടാകുന്ന അനുഭൂതി അത് എഴുതി അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ പിടികിട്ടൂ. എൻ്റെ മുമ്പിലിരിക്കുന്ന നാടകത്തിൻ്റെ പ്രേമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കറിയാം ലഭിക്കുന്ന പൈസയിലോ ലഭിക്കുന്ന പ്രശസ്തിയിലോ ഒന്നും അല്ല നമ്മൾ നാടകത്തെ സ്നേഹിക്കുന്നത്. അതൊരനുഭൂതിയാണ്, അതൊരാനന്ദമാണ്. സന്തോഷ് കുമാർ ചോദിക്കുന്നു സഹപ്രവർത്തകരായ ചെമ്പഴന്തി ചന്ദ്രബാബു, ചാത്തന്നൂർ മോഹൻ എന്നിവരെക്കുറിച്ച്. ചെമ്പഴന്തി ചന്ദ്രബാബു ഞാൻ പാട്ടെഴുതാൻ വരുമ്പോൾ നിറയെ പാട്ടെഴുതി ഓടി നടക്കുന്ന ഒരാൾ. പാട്ടെഴുതി നാടകത്തിലും സിനിമയിലും നിറയണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആശയും ആവേശവുമായിരുന്നു. അത് സാധ്യമാക്കിയത് ചെമ്പഴന്തിയുടെ ആ ഓടി നടപ്പാണ്. ചാത്തന്നൂർ മോഹൻ ചേട്ടൻ
കൊല്ലത്ത് ഞാൻ പാട്ടെഴുതാൻ നേരത്ത് കൊല്ലത്തെ വയലാറായിരുന്നു. നിറയെ പാട്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് ഒരു അവസരം തരാൻ ഇന്നത്തെ നാടക മുതലാളിമാർക്ക് വലിയ പാടായിരുന്നു. പക്ഷേ മോഹൻ ചേട്ടൻ എന്നെ സ്നേഹത്തോടെയും പരിഗണിച്ചിട്ടുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അവസര സമൃദ്ധിയിൽ ആനന്ദിച്ചിട്ടുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെയും വലിയ ഗുരുത്വത്തോടെയും ഓർക്കുന്നു ഈ സമയത്ത്. വത്സൻ പീലിക്കോട് എൻ്റെ ബഹുമാനപ്പെട്ട വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. എനിക്ക് വത്സൻ ചേട്ടനോട് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു ഈ സമയത്ത്. ഞാൻ സൂചിപ്പിച്ചത് കോവിഡ് കാലമാണ്. രാമൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു മരപ്പൊത്തിൽ രാമൻ തൻ്റെ വില്ല് ഇങ്ങനെ കുത്തിവെച്ചു. അതൊരു തവളയുടെ വായിലാണ് കൊണ്ടത്. തവളയ്ക്കൊന്ന് കരയാൻ പോലും കഴിഞ്ഞില്ല. രാമൻ ഇതറിഞ്ഞപ്പോൾ ചോദിച്ചു, നിനക്കൊന്ന് നീട്ടിയൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ തവള പറഞ്ഞത്, കുട്ടിക്കാലത്തെ രാമ 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 എന്ന് ചൊല്ലാനാണ് എന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ചത്. ആ രാമൻ തന്നെ എൻ്റെ വായിൽ ഇങ്ങനെ വില്ല് കുത്തിവെച്ചപ്പോൾ പിന്നെ ഞാൻ ആരോട് കരഞ്ഞ് പ്രാർത്ഥിക്കാനാണ് എന്ന് തവള ചോദിച്ചതുപോലെ ഏത് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാനാണ് നമുക്കിപ്പോൾ തോന്നുന്നത്? ഇരുൾ അടഞ്ഞു പോയിരിക്കുന്നു, വേദിയുടെ സാധ്യതകൾ മങ്ങിപ്പോയിരിക്കുന്നു. അരങ്ങനി എന്നുണരുമെന്നും വെട്ടം തെളിയുമെന്നും നമുക്കൊരു ബോധ്യവുമില്ലാത്തൊരു കാലം. നമുക്ക് വല്ലാത്ത വ്യാകുലതയുള്ളൊരു കാലമാണിത്. ആ കാലത്തിൽ അരങ്ങുണരാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. വല്ലാത്ത മഴയും കെടുതിയും വല്ലാത്ത വ്യാകുലതകളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകാകികളുടെ ഗീതം എന്ന എൻ്റെ കവിതയെക്കുറിച്ചാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് ശബ്ദത്തിൻ്റെ അലോസരത ഉണ്ടാവുമെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പുറത്ത് മുറ്റത്ത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഏകാകികളുടെ ഗീതം എനിക്കിഷ്ടപ്പെട്ട എൻ്റെ കവിതയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. ഏകാകികളുടെ ഗീതം രാജീവ് ആലുങ്കൽ പോയം എന്ന് യൂട്യൂബിൽ തിരഞ്ഞാൽ കേൾക്കാത്തവർക്കത് കേൾക്കാം. അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാതെ ഹൃദയത്തിൽ അമ്മയെന്ന വലിയ രൂപം കൊണ്ടാടുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആ കവിത എഴുതിയത്. രാവിൻ്റെ പാതിയാമത്തിൽ ഒരു താരകം രാഗാർദ്രമായി വന്നുദിക്കും, മിഴിയാലെ മെല്ലെ ഒഴിഞ്ഞുകൊണ്ട് എന്നെ മകനെ എന്നാർദ്രമായി വിളിക്കും എന്നാണ് ആ കവിത തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ വത്സൻ ഇനിശ്ശേരി ചേട്ടൻ ഇത് കാണുന്നുണ്ട്, പ്രിയപ്പെട്ട ഷാജി ഇല്ലത്തുണ്ട്, ഒരുപാട് പേരുണ്ട്. വത്സൻ ചേട്ടനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാര്യം എൻ്റെ പാട്ടെഴുത്തിനെ, എൻ്റെ രചനയുടെ ഔന്നത്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയ, എന്നെ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ബഹുമാനിച്ച് എഴുതാനിരുത്തിയ എൻ്റെ സംവിധായകന് മുമ്പിൽ ഞാൻ നമസ്കാരം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് ഒരു കോവിഡ് കാലത്തെക്കുറിച്ചാണ്. ടാഗോർ ഒരു ഹൗസ് ബോട്ടിലിരുന്ന് യാത്ര ചെയ്യുകയാണ്. മേൽക്കൂരയില്ലാത്ത ഹൗസ് ബോട്ടാണ് കേട്ടോ. വെളിച്ചമില്ലെന്ന് കരുതി 4-5 മെഴുകുതിരികൾ കത്തിച്ചു വച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു വേൾഡ് ക്ലാസിക് കൃതി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാറ്റ് വന്നിട്ട് 4-5 മെഴുകുതിരിയും കെടുത്തിക്കളഞ്ഞു. പെട്ടെന്ന് ഇരുട്ടായതുപോലെ ടാഗോർ മിഴിയടച്ച് കുനിഞ്ഞിരുന്നു. അല്പസമയത്തിനകം ടാഗോർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പുഴയിലൂടെയാണ് തൻ്റെ യാത്ര എന്ന് ബോധ്യപ്പെടുത്തി. ടാഗോറിന് നാണം വന്നു അത്രേ. എന്താണ്? നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഈ രാത്രിയിലാണല്ലോ താൻ ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചതെന്ന് ഓർത്തിട്ട്. കെട്ടുപോകുന്ന ഓരോ മെഴുകുതിരികളുമായി നമുക്ക് ഈ നശിച്ച കാലത്തെ ഒന്ന് താരതമ്യപ്പെടുത്തി വയ്ക്കാം. ഈ കാലവും കെട്ടുപോകും. നമുക്ക് വെളിച്ചമുണ്ടാവും, നിലാവിൻ്റെ വെളിച്ചം. ആ വെളിച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് ആനന്ദിക്കാം, ആഘോഷിക്കാം. ആർദ്രതയോടെ ആവശ്യപ്പെടാം. എൻ്റെ ഭാര്യ ശ്രീ ദീപയുടെ ഫേസ്ബുക്കിൽ ഏതോ സുഹൃത്ത് പുനർജനി എന്ന കവിത പാടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കുറിത്ത് തന്നിരിക്കുന്നു. എനിക്ക് പുനർജനി കാണാപ്പാടെ അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പുനർജനിയുടെ അർത്ഥം പറയാം. നടന്നു പോകുമ്പോൾ ഒരു ചെമ്പരത്തിപ്പൂവ് എന്ന് ഒച്ച കേൾപ്പിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ചെമ്പരത്തിപ്പൂവ് ചോദിക്കുകയാണ്, നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന്.
ഓർമ്മയില്ലാതെ സ്തംഭിച്ചു നിന്ന എല്ലാ വിദ്യാഭ്യാസവും കിട്ടിയ ആളോട് ചെമ്പരത്തിപ്പൂ പറയുകയാണ്, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിൻ്റെ അനുജത്തിയായിരുന്നു എന്ന്. ഓർമ്മയില്ലാതെ സ്തംഭിച്ചു നിന്ന എല്ലാം അറിയാമെന്ന് അഹങ്കരിച്ച കവിതയിലെ നായകനോട് ചെമ്പരത്തിപ്പൂ പറയുന്നു, പൂർവജന്മങ്ങളെ ഓർക്കുവാനാവാത്ത കേവലനാണ് നീ കുഞ്ഞേ. പുല്ലും പുഴുവുമി കാറ്റും കഴിഞ്ഞേ നീ ഉള്ളൂ എന്നോർത്തു വാഴേണം. പുല്ലും പുഴുവുമി കാറ്റും കഴിഞ്ഞേ നീ ഉള്ളൂ. നീ വലിയ ആളാണെന്നൊക്കെ ഓർത്ത് അഹങ്കരിച്ചതിൻ്റെയാണ് നീ ഇപ്പോൾ വീട്ടിയിരിക്കുന്നത്. നീ വലിയ ആളാണെന്ന് ഓർത്ത് അഹങ്കരിച്ചതുകൊണ്ട് നീ വീട്ടിയിരിക്കുകയാണ്. പുല്ലിനും പുഴുവിനും ഒക്കെ നല്ല കോളാണ്. കാറ്റൊക്കെ എല്ലായിടത്തും പോകുന്നുണ്ട്, ഒരു കോവിഡും ഇല്ല. കാറ്റിന് പോലും ഇല്ലാത്ത കോവിഡ് ഭീതി എല്ലാം അറിയാമെന്ന് കരുതി ഉണ്ടാക്കിയ നിനക്കുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ഓർത്തുള്ളൂ എന്നോർത്ത് 21 വർഷം മുമ്പ് എഴുതിയ കവിതയാണ്. അതിലെ ഒരു വരിയാണ്, പുല്ലും പുഴുവുമി കാറ്റും കഴിഞ്ഞേ നീ ഉള്ളൂ എന്നോർത്തു വാഴേണം എന്നാണ്. ശ്രീ ഗിരീഷ് കുമാർ ചോദിക്കുന്നു, ഗാനരചനയിൽ നാടകത്തിലേക്കുള്ള വരവ് വിശദീകരിക്കാമെന്ന്. എന്നെപ്പോലൊരാൾക്ക് നാടകത്തിലേക്ക് വരാനാവും. സിനിമ സ്വപ്നം കാണുന്നതിനും അപ്പുറത്തുള്ള കടക്കരപ്പള്ളി എന്ന ചേർത്തലയിലെ ഒരു കുഗ്രാമത്തിൽ വലിയ പ്രോത്സാഹനമൊന്നും ഇല്ലാതെ ജീവിച്ചൊരുത്തിന് അങ്ങനെ സാധിക്കൂ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് കട്ടിക്കാട്ട് ശിവരാപ്പണിക്കർ എന്ന് പറയുന്ന വലിയ ഒരു മഹാനായ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ അനന്തരക്കാരനായ ശ്രീ കട്ടിക്കാട്ട് എന്ന തങ്കുട്ടപ്പണിക്കരേട്ടൻ, നാടകപ്രേമിയായ തങ്കുട്ടപ്പണിക്കരേട്ടനാണ് എന്നെ ഒരു അച്ഛനെ പോലെ കൈപിടിച്ച് ശൈലജ തിയേറ്റേഴ്സിലും രാജൻ ബി ദേവിൻ്റെ ജൂബിലി തിയേറ്റേഴ്സിലും വൈക്കം മാളവികയുടെ TK ജോണിനെയും പിന്നീട് മറ്റൊരു സ്റ്റെപ്പായ ഓഡിയോ കാസറ്റ് രംഗത്ത് എൻ്റെ നാടിൻ്റെ എക്കാലത്തെയും അഭിമാനമായ കാസറ്റിൻ്റെ മുടിചൂടാ മന്നൻ ശ്രീ ജോണി സാഗരികയും പരിചയപ്പെടുത്തിയത്. എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ എൻ്റെ വളർത്തച്ഛൻ എന്നൊക്കെ പറയാം പണിക്കരേട്ടൻ. അദ്ദേഹമാണ് എന്നെ നാടകരംഗത്തെ മേൽവിലാസമുണ്ടാക്കിയ ഒരു വലിയ ഗാനരചയിതാവാക്കാനുള്ള കൈ തന്നത്, കൊണ്ടു നടന്നത്. പണിക്കരേട്ടനെ ഞാൻ ഈ രാത്രി, മഴ പെയ്യുന്ന ഈ രാത്രി ദൈവതുല്യമായി സ്നേഹത്തോടെ ആരാധിക്കുന്നു. ഈ മഴ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഈണമായി ഞാൻ കൊണ്ടാടുന്നു. ഒരുപാട് പേർ നമ്മളുടെ ലൈവ് കാണുന്നുണ്ട്. നാടകരംഗം എക്കാലം സജീവമായി നിന്ന ഒരു രംഗമാണ്. കഥാപ്രസംഗത്തിന് വലിയ സാധ്യതകളില്ലാത്ത ലോകത്ത് സമൂഹത്തിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും സമൂഹത്തിൻ്റെ അപശ്രുതികളും ചുതി നഷ്ടപ്പെട്ടതും ഒക്കെ ബോധ്യപ്പെടുത്താൻ ഒരേ ഒരു മാധ്യമമേ ഉള്ളൂ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. അത് നാടകമാണ്. നാടകമാണ് ഈ നാടിൻ്റെ വഴിവിട്ട പോക്കിനെതിരെ ശബ്ദമുയർത്തുന്നതും വിരൽ ചൂണ്ടുന്നതും. അതുകൊണ്ട് ഈ രംഗത്തിന് എന്തെങ്കിലും മോശം സംഭവിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്താം. പക്ഷേ ഇതിന് പകരം വേറൊന്നുമില്ല. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏറ്റവും വലിയ മാധ്യമം ഏത് എന്ന് ചോദിച്ചാൽ അത് അരങ്ങാണ് എന്ന് പറയാനുള്ള എല്ലാ ആത്മവിശ്വാസവും നമുക്കുണ്ടാവണം എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നല്ല ഗാനമായിരുന്നു എന്ന്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, കൊല്ലം കാളിദാസ കലാകേന്ദ്രം അതിൻ്റെ ജനനം മുതൽ ONVയുടെ മരണം വരെ ONVയെ കൊണ്ട് മാത്രമേ പാട്ട് എഴുതിയിട്ടുള്ളൂ. ONV ജീവിച്ചിരുന്നപ്പോൾ കാളിദാസ കലാകേന്ദ്രം പാട്ടെഴുതാൻ അവസരം നൽകിയ ഏക ഗാനരചയിതാവ് ഞാനാണ്. ആ സന്തോഷം ഞാൻ അറിയിക്കുന്നു. അതിന് എനിക്ക് സാധ്യമായത് ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കര, എൻ്റെ പ്രിയപ്പെട്ട ശ്രീ രാജേന്ദ്രൻ ചേട്ടൻ, ബഹുമാനപ്പെട്ട സന്ധി ചേച്ചി, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ പാട്ടെഴുതാൻ ഞാൻ മദുരാശിയിൽ നിന്നുമാണ് ഓടി വന്നത്. ഒരു ദിവസം കഴിഞ്ഞാൽ അതിലെഴുതാതെ ഇരിക്കാനുള്ള അവസരം, അതിൻ്റെ അപൂർവ അവസരം എനിക്ക് ഇല്ലാതായി പോകുമോ, അത്രയേറെ വിലപ്പെട്ട അവസരമായിട്ട് തോന്നി. ഞാൻ അതിലെ പാട്ടെഴുതി പിറ്റേ ദിവസം തന്നെ ഞാൻ തിരിച്ച് മദ്രാസിലേക്ക് പോയി. അങ്ങനെ
മദ്രാസിലേക്ക് പോയിട്ട് എഴുതിയ പാട്ടാണ് മല്ലു സിംഗിലെ പാട്ട്. മദ്രാസിൽ എം ജയേന്ദ്രനോട്, കർക്കശക്കാരനായ ശ്രീ എം ജയേന്ദ്രനോട് നാടകത്തിലെ പാട്ടെഴുത്ത് എനിക്ക് ഒഴിവാക്കാനാവാത്തതും വളരെ അഭിമാനകരവുമായ ആണ് എന്ന് പറയുകയും, അദ്ദേഹത്തോട് ദേവരായ മാഷിൻ്റെ ശിഷ്യനാണ്, ദേവരായ മാഷിൻ്റെ എല്ലാ പിടിവാശിയും എല്ലാ കാർക്കശ്യവും ഒക്കെ ഉള്ള ആളാണ് ശ്രീ എം ജയേന്ദ്രൻ. അദ്ദേഹത്തോട് വളരെ സൂത്രത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പിന്നീടാണ് മല്ലു സിംഗിലെ ഒരു പാട്ട്, ബാക്കിയെല്ലാം എറണാകുളത്ത് വെച്ചാണ് എഴുതിയത്. പക്ഷേ അതിലെ ഒരു കിങ്ങിണിക്കാറ്റ് വന്ന് കിന്നരം മീട്ടിയിതിലേ എന്ന പാട്ട് എഴുതാൻ വീണ്ടും ഞാൻ ചെന്നൈയിലേക്ക് പോയത്. നാടകഗാനങ്ങളോടുള്ള സ്നേഹം എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. നിങ്ങൾക്ക് നാടകത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു രസകരമായ ഒരു വഴിത്തിരിവ് ഞാൻ പറയാം. പാട്ടെഴുത്തിന് 3 മേഖലകളാണ്. ഒന്ന് നാടകഗാനരചന, രണ്ടാമത്തെ ഫീൽഡാണ് ഓഡിയോ കാസറ്റ് CD രംഗം. അതൊരു വ്യവസായ രംഗമായിരുന്നു, ഇപ്പോൾ ഇല്ലത്, അത് നിന്നുപോയി. അതൊരു അക്ഷരാർത്ഥത്തിലെ വ്യവസായ രംഗം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സിനിമ. ഈ 3 മേഖലയിലും ഒരുപോലെ അടയാളപ്പെടുത്തിയ ഒരേ ഒരാൾ ഞാനാണെന്ന് ഞാൻ പറഞ്ഞാൽ മറ്റൊരാളുടെ പേർ അറിയാവുന്നവർക്ക് പറയാം, ഇപ്പം തന്നെ പറയാം. കാര്യം 200 നാടകങ്ങളിൽ എഴുതിയവർ എന്നേക്കാൾ കൂടുതലുണ്ട്, 250-ലേറെ CD-കളിൽ എഴുതിയവർ എന്നേക്കാൾ കൂടുതലുണ്ട്. ഇത് രണ്ടും കൂടി ചെയ്തവർ ഉണ്ടാവാം, പക്ഷെ അവർക്ക് മൂന്നാമത് സിനിമയിൽ അടയാളപ്പെടുത്താൻ 130 സിനിമയുണ്ടാവില്ല. സിനിമയിൽ ഇതിനേക്കാൾ കൂടുതൽ സിനിമ എഴുതിയവരുണ്ട്, പക്ഷേ അവർക്ക് നാടകത്തിൽ ഇത്രയും നമ്പർ ഉണ്ടാവില്ല. നാടകത്തിലും സിനിമയിലും കൂടി അടയാളപ്പെടുത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് 250 കാസറ്റും CD-യും കൂടി 2500 പാട്ടില്ല. ഞാൻ പറഞ്ഞത് 30 വർഷം കൊണ്ട് അനുകൂലമായ കാലത്തിൻ്റെ സൗഭാഗ്യം മാത്രമാണ്, അല്ലാതെ എൻ്റെ ഒരു അടയാളപ്പെടുത്തലല്ല. അതിലെനിക്ക് ലഭിച്ചിട്ടുണ്ട്. മൊത്തം 4000 പാട്ട്, 250 CD-യും 250 ഓഡിയോ കാസറ്റും CD-യും കൂടി. ടെക്നോളജിയുടെ മാറ്റം കൊണ്ടാണ് CD ഓഡിയോ കാസറ്റ്. 2500 പാട്ട്. നാടകത്തിൽ 1000 പാട്ടുണ്ടാവും, അപ്പോൾ 3500ആയി. ഒട്ടേറെ ആകാശവാണി ദൂരദർശൻ ഗാനങ്ങളും അതുപോലെ തന്നെ സിനിമാ പാട്ടും എല്ലാം കൂടെ കൂട്ടിയാൽ 4000 പാട്ടായി. വളരെ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ പയ്യന്നൂർ മുരളിയോട് ഈ SS നടന സഭയുടെ ഓൺലൈൻ നാടക സംവാദത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു രസകരമായ കഥയുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകുമാരൻ തമ്പി സാറിനെ നമ്മളിപ്പോൾ ആരാധിക്കുന്നതും ആഘോഷിക്കുന്നതും ഒരുപാട് അവർ ആരാധിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരുപാട് തമ്പി സാറിന് ഒരുപാട് വലിയ പരിഗണനയൊക്കെ ലഭിക്കുകയാണ്. ഇപ്പോൾ ഈ 80-ാം വയസ്സിൽ 38 വയസ്സിന് മുമ്പ് എഴുതിയ പാട്ടുകൾക്കാണ് ഈ കൊണ്ടാട്ടം. അദ്ദേഹത്തെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജനം, സമൂഹം. കുറേ അവാർഡുകളൊക്കെ ഇപ്പോഴാണ് കൊടുക്കുന്നത്, ഇതൊക്കെ നേരത്തെ കൊടുക്കേണ്ടതാണ്. കാര്യം 38 വയസ്സിന് മുമ്പ് എഴുതിയ പാട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിറ്റ് പാട്ടിന് പോലും 30 വർഷത്തെ പഴക്കമുണ്ട്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ്. കാര്യം ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറേ അവാർഡൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടേക്കാന്നൊരു ധാരണയുണ്ട് സമൂഹത്തിൽ. കൊടുക്കേണ്ട സമയത്ത് അവാർഡ് കൊടുക്കുക, അംഗീകരിക്കേണ്ട സമയത്ത് അംഗീകരിക്കുക എന്നുള്ളത് കലാകാരന് കിട്ടേണ്ട മിനിമം മര്യാദയാണ് കലാകാരനോട് കാണിക്കേണ്ടത്. മഹാപ്രതിഭകൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അത്രയേറെ സംഭാവനകൾ നൽകിയിട്ടാണെങ്കിൽ പോലും യൂത്തിനെ അംഗീകരിക്കില്ല. സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം എനിക്ക് 38 വയസ്സിൽ കിട്ടിയപ്പോഴും പലരും ഇത്തരം ഒരുപാട് വിമർശനങ്ങൾ പറഞ്ഞു. 38 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, 250 നാടകവും 250 CD-യും ഓഡിയോ കാസറ്റ്, സംഗീത നാടക അക്കാദമിയാണല്ലോ, എല്ലാം കൂടെ 3000 പാട്ട് എഴുതി എന്നുള്ള എൻ്റെ ബയോഡേറ്റ കണ്ടിട്ട് എൻ്റെ സീനിയേഴ്സിന് കൊടുക്കേണ്ടത് എനിക്ക് കിട്ടി. ലഭിക്കേണ്ട അവാർഡ് സമയത്താണ് തരേണ്ടത്. ഈ 4000 പാട്ട് എഴുതിയതിന് 80 വയസ്സാകുമ്പോൾ എനിക്ക് കുറേ അവാർഡും കൊണ്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. അത് കിട്ടേണ്ട സമയത്ത് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാനത് മേടിക്കും. കാര്യം അർഹതപ്പെട്ടതായതുകൊണ്ടാണ് കേട്ടോ. ഭാരതരത്നം മേടിക്കാതിരിക്കണമല്ല, കിട്ടേണ്ട അവാർഡ് മേടിക്കണം. അർഹതപ്പെട്ട അവാർഡ് സമൂഹത്തോട് അർഹതയുണ്ട് എന്ന് പറയാനുള്ള ബോധ്യം നമുക്കുണ്ടാവണം എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. അത് അപകർഷതാബോധത്തിൽ പെട്ടുപോകരുത്. ബഹുമാനപ്പെട്ട ശ്രീ SL പുരത്തിൻ്റെ മകൻ ജയസോമ ഒരു സങ്കടം എന്നോട് പങ്കുവച്ചു ഈ കഴിഞ്ഞ ദിവസം. അച്ഛൻ മരിച്ചപ്പോൾ ഔദ്യോഗിക ബഹുമതികളോട് സംസ്കരിക്കാനുള്ള അർഹതയുണ്ടായിട്ട് പോലും അത് ലഭിച്ചില്ല, ആരും വന്നില്ല എന്ന്.
അപ്പോൾ ഞാൻ ജയസ്വാമിയോട് പറഞ്ഞു, ആരും വന്നില്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെ ബോഡി സംസ്കാരത്തിന് എടുക്കണമെങ്കിൽ ഔദ്യോഗിക ബഹുമതികൾ തന്നേ പറ്റൂ എന്ന് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്, ബോധ്യവും ഉണ്ടാവണം. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛനിങ്ങനെ മരിച്ചു കിടക്കാൻ നേരത്ത് കളക്ടറുടെ ഓഫീസിൽ വിളിച്ച് പറയണം, അച്ഛന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ട് പതിറ്റാണ്ടുകളായി, സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടി, അതുകൊണ്ട് വെടിപൊട്ടാതെ അച്ഛനെ ഒതുക്കാൻ ഉദ്ദേശിക്കുകയുണ്ട എന്ന് പറയാനുള്ള ബോധ്യം. കാര്യം ഈ വെള്ളം പൊതിച്ച് മൂടിക്കിടക്കണോ, എനിക്ക് എഴുന്നേറ്റ് പറയാനൊക്കില്ലല്ലോ, വെള്ളം പൊതിച്ച് കിടക്കുവാണ്, അപ്പോൾ മൂടി എഴുന്നേറ്റ് വന്നിട്ട് എന്നാൽ പൊട്ടിക്ക് വെടിയടാ എന്ന് പറയാൻ എനിക്കൊക്കില്ല. അതുകൊണ്ട് ബോധ്യമുണ്ടാവണം, ബോധ്യപ്പെടുത്തണം. വലിയ സങ്കടമാണ് അത്തരം കാര്യങ്ങളിൽ. നമുക്കറിയാമോ, പത്മശ്രീ എന്ന് പറയുന്ന ബഹുമതി എല്ലാ സിനിമാക്കാർക്കും, കഥകളി നടന്മാർക്കും, ചെണ്ടവാദ്യക്കാർക്കും, നാദസ്വര വിദ്വാന്മാർക്കും ഒക്കെ വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അർഹതപ്പെട്ടതാണ്, കൊടുക്കട്ടെ. ഒരു നാടകക്കാരൻ്റെ പേര് പോലും ആരും ഓർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സുജാതൻ മാഷ് പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് 15ാമതെയും 16ാമതെയും പേരുകാരനായിട്ട് ഡൽഹിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണാധികാരികൾ. ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് കിട്ടില്ലെന്ന് നമുക്കറിയാം. കിട്ടണമെങ്കിൽ വലിയ ഇടപെടലുണ്ടാവണം. തിലകന് കിട്ടിയെന്ന് പറയുന്ന നാടകക്കാരൊന്നും വലിയ അഭിമാനിക്കൊന്നും വേണ്ട, അത് സിനിമക്കാരനായതുകൊണ്ട് കൊടുത്തതാണ് സർക്കാർ. മനസ്സിലായില്ലേ? നാടകക്കാരനായി ഇരിക്കുമ്പോൾ തന്നെ ഈ പുരസ്കാരം മേടിക്കാൻ നാടകലോകത്തിൻ്റെ ഔന്നത്യം ബോധ്യപ്പെടുത്താൻ നമുക്കാവണം. സുജാതൻ മാഷിൻ്റെ നാടകത്തിന് മേൽവിലാസമാണ് ഉള്ളത്. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുക വഴി നാടകം ആദരിക്കപ്പെടണം. 2-3 സിനിമകളിൽ ഇനി സുജാതൻ മാഷ് ആർട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വലിയ ആളാണെന്ന് പറയാനുള്ള ഗതികേട് നമുക്കുണ്ടാവരുത്. സ്വയം കഴിവ് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. 10-60 വയസ്സ് കഴിയുമ്പോൾ എനിക്കും പത്മശ്രീ കിട്ടും, പക്ഷേ അത് നേരത്തെ കിട്ടണം. 4000 പാട്ട് എഴുതിയ ഈ തലമുറയിലെ ഏകയാൾ ഞാനാണെന്ന് ഞാൻ പറയുമ്പോൾ അടുത്ത ആളുടെ പേർ ആർക്കെങ്കിലും ഇവിടെ എഴുതി വയ്ക്കാം. എൻ്റെ തലമുറയിൽ, എൻ്റെ കുടുംബത്തെ കാര്യമല്ല പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചതൊക്കെ എൻ്റെ അവകാശം, എൻ്റെ ജീവിതത്തിൻ്റെ ബോധ്യപ്പെടുത്തലുകളാണ്. അതുപോലെ ബോധ്യപ്പെടുത്തലുകളുള്ള ഓരോരുത്തരുമാണ് എൻ്റെ പ്രിയപ്പെട്ട നാടക തറവാട്ടിലെ അംഗങ്ങൾ. 10 പ്രമുഖ നാടകത്തിൽ അഭിനയിച്ച ഒരു നാടക നടന് പത്മശ്രീ കിട്ടണമെന്ന് അവകാശപ്പെടാനുള്ള എല്ലാ അർഹതയുമുണ്ട് പ്രിയപ്പെട്ടവരെ. അയാളൊരു അരങ്ങിൽ ഒരു രാത്രി, കുറേ രാത്രികൾ ചെലവഴിച്ച വെറുമൊരാളല്ല. അയാൾ ഇടപെട്ടതാണ് സമൂഹത്തിൽ. അല്ലാതെ നാടകത്തിൻ്റെ അവാർഡിൻ്റെ നാടകക്കാരിൽ എന്ന് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തകരെ മാത്രമല്ലേ ഓർക്കേണ്ടത്. ദീപ സംവിധാനം ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രദീപ് റോയിയും പയ്യന്നൂർ മുരളിയുമൊക്കെ അരങ്ങിലെ ദീപവിധാനത്തിന് പത്മശ്രീ മേടിക്കുമ്പോൾ ആരും ചിരിക്കരുത്. അത് അവകാശബോധമാണ്. ആ അവകാശബോധം എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? നമ്മുടെ സുജാതൻ മാഷ് ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിൽ ഒരാൾ, ബാബേൽ ഗോപുരം എന്നൊക്കെ പറയില്ലേ നമ്മൾ, താജ്മഹൽ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ നാടക തറവാട്ടിലെ കാരണവരാണ്. അത്ഭുതമാണ് സുജാതൻ മാഷ്. സുജാതൻ മാഷിന് പത്മശ്രീ കിട്ടണം. വയലാർ അവാർഡ്, കേരളത്തിലെ ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നാണ് വയലാർ അവാർഡ്. എന്തുകൊണ്ടൊരു നാടകത്തിന് കൊടുക്കുന്നില്ല? ടി മാവേലിക്കരയ്ക്കോ ഹേമന്ത് കുമാറിനോ വക്കം ഷക്കീറിനോ അവരുടെ വിഖ്യാത നാടകങ്ങൾ ബുക്കുകളാക്കിയിട്ടില്ലേ? വയലാർ അവാർഡ് എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നാടകത്തിൽ നിന്നും സിനിമയിൽ എത്തിക്കഴിയുമ്പോൾ സെലിബ്രേറ്റ് ആവും. 100 ദിവസം ഓടിയ സിനിമയിലെ ഒരു ചെറിയ നടൻ പോലും ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യാൻ കോളേജിലേക്ക് പോകും. മുമ്പിലിരിക്കുന്നവർ കൈയടിക്കും. ഞാൻ എൻ്റെ മല്ലു സിംഗിനെയും റോമൻസിലെയും അറബി ഒട്ടകത്തിലെയും പാട്ടുകൾ പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞ് കൈയടിച്ച്, മലയാളത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭന്മാർ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസയും മേടിച്ചുകൊണ്ട് പോരുമ്പോൾ സിനിമ നൽകിയ ഔദാര്യമാണ് സന്തോഷം. പക്ഷേ ഒരടിത്തറ കെട്ടി വച്ചിട്ടുണ്ട് ഞാൻ. അത് എൻ്റെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ അടിത്തറയാണ്. ഏത് സാഹചര്യവും ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ള പാട്ടൊരുക്കത്തിന് എന്നെ രൂപപ്പെടുത്തി എൻ്റെ നാടകം. എൻ്റെ നാടകത്തിൽ എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞത് സംവിധായകർ. അവരൊക്കെ ആർക്കെങ്കിലും ഒരു പത്മശ്രീ കിട്ടുമ്പോൾ അയ്യേ ഇവനാണോ പത്മശ്രീ കിട്ടിയെന്ന് നമ്മളിൽ ഒരാൾ ചോദിക്കരുത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കുറ്റം പറയേണ്ടവരല്ല. നമ്മൾ പരസ്പരം അഭിമാനിക്കേണ്ടവരാണ്. നമ്മളാണ് ഒഴിച്ച രാത്രികളിൽ, നിദ്രാവിഹീനമായ രാത്രികളിൽ
ഏതെങ്കിലും ഒരു ഉത്സവപ്പറമ്പിൽ കാത്തിരുന്നിട്ട് സമൂഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള നിയോഗം ലഭിച്ചവർ. എൻ്റെ കഥാപാത്രങ്ങൾ അത് പറയുമെന്നോർത്തിട്ട് രാത്രി ഉറങ്ങാതിരിപ്പുണ്ട് ഫ്രാൻസിസ് ടി മാവേലിക്കരയും ഹേമന്ത് കുമാറും വക്കം ഷക്കീറുമൊക്കെ. അതുകൊണ്ട് എനിക്ക് വലിയ അഭിമാനകരമായി തന്നെ പറയാൻ കഴിയും, കേരള സംഗീത നാടക അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള കലാശ്രീ പുരസ്കാരം ലഭിച്ച ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗാനരചയിതാവാണ് ഞാൻ. 38 വയസ്സായിരുന്നു പ്രായം. അതൊരു 65 വയസ്സിൽ കിട്ടേണ്ടതാണ്, എനിക്ക് നന്നായി അറിയാം. പക്ഷേ ആ സമയത്ത് എനിക്കത് വേണ്ട. കാര്യം ഞാനൊരു 250 നാടകങ്ങളിലും 250 സീഡികളിലുമായി 3000 പാട്ടുകൾ എഴുതിയ ഗാനരചയിതാവാണെന്ന് സൂര്യ കൃഷ്ണമൂർത്തിയെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ സീനിയേഴ്സിന് പോലും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തുകയും ഇതെനിക്ക് ഇപ്പോൾ തന്നാൽ പുറകെ എഴുതാൻ കുറേ ആൾക്കാർ വരും, അല്ലെങ്കിൽ എല്ലാവരും ഡോക്ടറായി പോവും, എഞ്ചിനീയറായി പോവും. അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾ തകർത്ത് ഒരാൾ പേനയും കൊണ്ട് എഴുത്തുകാരനായി സ്വപ്നം കണ്ട് നടക്കില്ല ഇനി. അതുകൊണ്ട് വരും തലമുറയ്ക്ക് ഉത്തേജകമായ എന്തെങ്കിലും ഉണ്ടാവണം എന്ന ബോധ്യത്തിലാണ് സംഗീത നാടക അക്കാദമി ചെയർമാൻ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ളവർ ആ പുരസ്കാരം നമുക്ക് സമ്മാനിച്ചത്. തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയണം പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെയിൽ അല്ലെങ്കിൽ അങ്ങനെ വിഖ്യാതമായ കുറേ നാടകങ്ങളുണ്ടല്ലോ നമുക്ക് സമകാലികമായി. പേരെടുത്ത് പറയാവുന്ന ഫ്രാൻസിസ് ടി മാവേലിക്കരയുടെ ഉൾപ്പെടെ, ഹേമന്തിൻ്റെ ഉൾപ്പെടെ, മുഹാദെമ്പായത്തിൻ്റെ ഉൾപ്പെടെ ഒരുപാട് നാടകങ്ങൾ. ഈ നാടകങ്ങളിൽ ഏതെങ്കിലുമൊക്കെ 10 നാടകങ്ങളിൽ അഭിനയിച്ച ഒരുത്തിന് ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതികളിലൊന്ന് ലഭിക്കാനുള്ള അർഹതയുണ്ട്. 10-30 വർഷമാകുമ്പോൾ തൊട്ട് അത് സ്വപ്നം കാണാനുള്ള അർഹതയുണ്ട്. അത് ബോധ്യപ്പെടുത്തണം. നാട്ടിടവഴികളിലൂടെ സഞ്ചരിച്ച് എവിടെയെങ്കിലുമൊക്കെ അരങ്ങിൽ ഞങ്ങളാണ് ഈ കാലത്തെ താങ്ങിപ്പിടിച്ച് ഓർമ്മപ്പെടുത്തി ബോധ്യപ്പെടുത്തി നിറം നൽകി ഉണർത്തി നിർത്തിയത്. അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ നാട് എന്ന് ബോധ്യപ്പെടുത്തണം. ഞാൻ എഴുതാത്ത ഏക സമിതി KPSC ആണ്. KPSCയിൽ ONV സാർ മാത്രമാണ് പാട്ട് എഴുതിയിട്ടുള്ളതാണ് എന്നെൻ്റെ അറിവ്. ഏറ്റവും പുതിയ നാടകത്തിൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പേര് വച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ആ നാടകത്തിൽ പാട്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ONV സാറാണ് KPSCയിൽ വയലാറിന് ശേഷം പാട്ട് എഴുതിയ ആൾ. കാളിദാസ കലാകേന്ദ്രത്തിലും ONV സാർ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന വർഷം തന്നെ എനിക്കും അവസരം കിട്ടി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രമുഖർക്കും എൻ്റെ നമസ്കാരം. ഇത് ഒത്തിരി ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട നാടക ആചാര്യൻ ശ്രീ KM ധർമ്മൻ മാഷ് കാണുന്നുണ്ട്. ശ്രീ മധു പുന്നപ്പറയുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ വത്സൻ മിശ്രി ചേട്ടനും ഷാജി ഇല്ലത്തുമൊക്കെ ഉണ്ട്. എൻ്റെ ഭാര്യ സഹോദരൻ ശ്രീ രാജീവ് ഏട്ടൻ കൊല്ലത്തിരുന്ന് ഇത് കാണുന്നുണ്ട്. എല്ലാവരും വളരെ ഒത്തിരി ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അജിത് കുമാറിനും സന്തോഷിനും ഒക്കെ എൻ്റെ സ്നേഹ നമസ്കാരം. ഞാൻ നാടകത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നയാൾ. നാടകത്തിൽ നിന്നും ഏതൊരാളും ആഗ്രഹിക്കുന്നത് പോലെ എഴുത്തിൻ്റെ ഒരുപാട് സാധ്യതയുള്ള മറ്റൊരു മേഖലയിൽ സ്വപ്നം കാണുകയും സിനിമയിൽ 130 സിനിമയിൽ പാട്ടെഴുതുകയും ചെയ്തു എന്നതുകൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടിയ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ താരതമ്യേന പ്രതിഫലം കുറഞ്ഞൊരു മേഖലയിലെ സഹകരണം മടുപ്പോ കുറച്ചിലോ ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെയില്ല. പ്രൊഫഷണൽ നാടകത്തിൽ ആര് പാട്ടെഴുതാൻ വിളിച്ചാലും വലിയ ബഹുമാനത്തോടെയും ആനന്ദത്തോടെയുമാണ് ഞാൻ ഓടിപ്പോകാറുള്ളത്. ശ്രീ പ്രശോഭൻ ചെറുന്നിയൂർ ഒരു കവിയാണ്. അദ്ദേഹം എൻ്റെ നാടക ഗാനങ്ങൾ കൂടി കേട്ട് നാടകം കണ്ട ആളാണ് എന്നാണ് പറയുന്നത്. വലിയ സന്തോഷം. നിങ്ങളെ രൂപപ്പെടുത്തിയ അരങ്ങിൽ എൻ്റെ പാട്ടുകൾ കൂടി നിറമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സെബി നായരമ്പലത്തിൻ്റെയും ഋഷികേശ് മാഷിൻ്റെയും ആലപ്പി വിവേകാനന്ദൻ മാഷിൻ്റെയും വൈപ്പിൻ സുരേന്ദ്രൻ്റെയും ഫ്രാൻസിസ് വലപ്പാടിൻ്റെയും കുമരകം രാജപ്പൻ്റെയും അർജുനൻ മാഷിൻ്റെയും ഒക്കെ ഈണങ്ങൾ അതിന് ഔന്നത്യം പകർന്നിട്ടുണ്ട് എൻ്റെ പാട്ടുകൾക്ക്. താങ്കളുടെ അഭിരുചിയുടെ കാലഘട്ടത്തിൽ ഞാൻ കൂടി അരങ്ങിൽ
പിന്നണിയിലുണ്ടായിരുന്നു എന്ന ഒരു വിചാരമുണ്ടല്ലോ, ആ വിചാരം എന്നെ ജീവിതത്തിൻ്റെ അർത്ഥപൂർണ്ണിമയിലേക്ക് എത്തിക്കുന്നു എന്ന് ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കടയ്ക്കാവൂർ SS നടനസഭയുടെ ഓൺലൈൻ നാടക സംവാദത്തിലാണ്. ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ ഫേസ്ബുക്കിൽ കൂടി ഇത് ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ വിപുലമായ ഒരു സുഹൃത്ത് വലയം ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നദിയുടെ കുറുകെ ഒരു കയറ് കെട്ടിയിട്ട് അഭ്യാസി ഒരു കൈക്കുഞ്ഞുമായി അക്കരെ എത്തി. ഒരുപാട് പേർ കൈയടിക്കാനുണ്ടായിരുന്നു. കൈയടിച്ചവരോടൊക്കെ അഭ്യാസി നന്ദി പറഞ്ഞു. എന്നിട്ട് കൈക്കുഞ്ഞിനെ താഴെ നിർത്തിയിട്ട് ആരോടെങ്കിലും ഒരു കൈക്കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ അപേക്ഷിച്ചു. എൻ്റെ കുഞ്ഞിനെ ഈ കുത്തിയൊഴുകുന്ന നദിയിലൂടെ കെട്ടിയ കയറിൽ കൂടി അഭ്യാസിയുടെ എല്ലാ മെയ്വഴക്കത്തോടെയും കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ അക്കരയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ കാണികൾ പിരിഞ്ഞു പോയി. അത്രയും. 2 തരം കാണികളുണ്ട് കേട്ടോ. കളത്തിലിറങ്ങി കൈയടിക്കുന്നവരും കരക്കിരുന്ന് കൈയടിക്കുന്നവരും. നാടകത്തിലെ കാണികൾ കളത്തിലിറങ്ങി കൈയടിക്കുന്നവരാണ്. അവരും നാടകത്തിലെ അഭിനേതാക്കളാണ്. നമ്മൾ പറഞ്ഞില്ലേ, നാടകത്തറവാട്ടിൽ ഒരു ഏജൻറ്റും ഞങ്ങളുടെ കുടുംബാംഗമാണെന്ന് പറയാനുള്ള ഔന്നത്യമുണ്ടല്ലോ. ആ ഏജൻറ്റിനോടൊപ്പം തന്നെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ് നാടക പ്രേക്ഷകർ. കരക്കിരുന്ന് കൈയടിക്കുന്നവർക്ക് നാടകക്കാരുടെ സങ്കടമൊന്നും അറിയില്ല. അവർ പട്ടിണിയിലാണെന്നറിയില്ല. അവരിന്നെങ്ങനെ അത്താഴം കഴിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വീട്ടിൽ സങ്കടത്തോടെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഓർക്കണം, അവർക്ക് വേറെ പണിയൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് നാടകക്കാരായ ആൾക്കാർ, ഒരുപക്ഷെ കൂലിപ്പണിക്ക് കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ കുറച്ച് പൈസയ്ക്ക് നാടകം കളിക്കുന്നവർ അവരുടെ വഴിയടഞ്ഞു പോയിരിക്കുന്നു, വേദി തീർന്നു പോയിരിക്കുന്നു. അവരെ വളരെ സഹാനുഭൂതിയോടെ കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട ശ്രീ പയ്യന്നൂർ മുരളി പറയുന്നത് അർജുനൻ മാഷ്ക്കും കുമരകൻ്റെ ആയപ്പൻ ചേട്ടനും വൈപ്പിൻ സുരേന്ദ്രൻ ചേട്ടനും ഫ്രാൻസിസ് വലപ്പാടി ചേട്ടനും, അതുപോലെ നമുക്ക് ഒരു പേരോട് ചേർത്ത് വയ്ക്കണം, കലവൂർ ബാലൻ. സംഗീത സാമ്രാട്ടുകൾക്ക് നടനസഭയുടെ പ്രണാമം, എൻ്റെയും പ്രണാമം. അതിൽ കലവൂർ ബാലൻ ചേട്ടനുമായി ഞാൻ നാടകത്തോടൊപ്പം ഓഡിയോ കാസ്റ്റ് രംഗത്ത് അടുത്ത സ്റ്റെപ്പിലും വർക്ക് ചെയ്തു. അത് തരങ്കിണിയുടെ ഓം ഗണനാഥമാണ്. പഴവങ്ങാടി ഗണേശൻ, എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്. അർജുനൻ മാസ്റ്ററുടെ അവസാനത്തെ സിനിമ വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾക്ക് പാട്ടെഴുതാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. 26 വർഷം മുമ്പ് ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ മയിൽപ്പീലി എന്ന നാടകത്തിൽ അർജുനൻ മാഷുമായി സഹകരിച്ചിട്ട് പിന്നീട് 4 നൂറ്റാണ്ടിന് ശേഷം അദ്ദേഹം സിനിമയിൽ കൂടി സഹകരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ധർമ്മൻ മാഷ്, KM ധർമ്മൻ മാഷ് ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. പള്ളൂരുത്തിയിൽ ശ്രീ ഇടക്കൊച്ചി സലിംകുമാർ ഒരുക്കുന്ന എല്ലാ യോഗങ്ങൾക്കും വരുമ്പോൾ കൂടെയുള്ള മാഷ് ചേർത്തല ശൈലജയുടെ ആദ്യ നാടകത്തിൻ്റെ സംവിധായകനായി അരങ്ങിൽ അഭിനയിക്കാതെ സംവിധായകൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ഒരു നടനെ മഴയത്ത് നിർത്തിയത് ഞാൻ കണ്ടിരുന്നു. എനിക്ക് ആദ്യം അവസരം നൽകിയ ചേർത്തല ശൈലജയുടെ അരങ്ങിലെ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. സംവിധായകനോട് അനുസരണയില്ലാതെ ബഹുമാനമില്ലാതെ നിന്ന അഹങ്കാരിയായ ഒരു നടനെ മഴയത്ത് നിർത്തിയിട്ട് നീ അല്പം മഴ കൊണ്ടിട്ട് വാ, ഞാൻ ബാക്കി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ധർമ്മൻ മാഷിനെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ നടൻ ആ മഴ മുഴുവൻ കൊണ്ടിട്ട് ധർമ്മൻ മാഷിൻ്റെ കാല് തൊട്ട് വന്ദിച്ച് ക്ഷമിക്കണമെന്ന് പറഞ്ഞതും ഞാൻ കണ്ടു. അതാണൊരു കലാകാരൻ്റെ എളിമ, ഗുരുത്വം. സാറിനോട് തർക്കിക്കുകയല്ല, അധ്യാപകനോട് ഔന്നത്യത്തോടെ പെരുമാറുകയാണ് വേണ്ടത്. സംവിധായകരും നാടകകൃത്തുക്കളും ഒക്കെ ചിലപ്പോൾ അപ്പോഴത്തെ പ്രഷർ കൊണ്ട് നമ്മളോട് ഒരുപാട് ചിലപ്പോൾ കയർത്ത് സംസാരിക്കും. നല്ലതിന് വേണ്ടിയാണ്. അച്ഛൻ നമ്മളോട് വഴക്കിടുന്നത് പോലെ, സ്കൂളിലെ സാറന്മാർ നമ്മളോട് വഴക്കിടുന്നത് പോലെ മാത്രമേ അതിനെ കരുതാവൂ. ഞാൻ ധർമ്മമാഷിനെ ഓർക്കുമ്പോഴൊക്കെ അരങ്ങിൽ തൻ്റെ ഈഗോ കളഞ്ഞ് മഴ നനഞ്ഞു നിൽക്കുന്ന ആ നടനെ ഞാൻ ഓർക്കും. കയറി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന കാൽക്കൽ വീണ നടനെ ഓർക്കും. നടൻ്റെ പേരോർമ്മയില്ല. അത്
എൻ്റെ അരങ്ങിലെ, എൻ്റെ നാടകത്തറവാട്ടിലെ ഗുരുത്വത്തിൻ്റെ പര്യായമാണ് ആ നടൻ. വൈപ്പിരി സുരേന്ദ്രൻ മാഷിൻ്റെ സംഗീതം മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച സംഗീത അനുഭവമാണ് എനിക്ക്. ഹാർമോണിയം പതുക്കെ ചേർത്ത് വച്ച് ലഭിക്കുന്ന ട്യൂൺ ഒന്ന് ദൈവത്തോട് ധ്യാനിച്ച് നന്ദി പറഞ്ഞ്, കവിത ഹൃദയത്തോട് ചേർത്ത് വച്ച് ഒക്കെ അദ്ദേഹം കാണിക്കുന്ന ആ ഔന്നത്യം വളരെ. ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറയാൻ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഈണങ്ങളുടെ സിനിമയിൽ താങ്കളുടെ പാട്ടുകൾ സൂപ്പർ ഹിറ്റായിരുന്നുവെങ്കിൽ അത് നവസംഗീത സംവിധായകരുടെ ഈണങ്ങളുടെ മികവ് കൊണ്ടാണോ അതോ സിനിമാ ഗാനങ്ങൾ ആവർത്തിച്ച് കേൾക്കാൻ അവസരം കിട്ടുന്നതുകൊണ്ടാണോ എന്നാണ് ബഹുമാനപ്പെട്ട മുരളി സാർ ചോദിക്കുന്നത്. പാട്ടുകൾ ആവർത്തിച്ച് കേട്ടതുകൊണ്ടൊന്നും ഹിറ്റാവില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓടിയ, ഞാൻ എഴുതിയ 100 ദിവസത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ഒരു സിനിമയിലെ പാട്ടേതെന്നോ സിനിമ ഏതെന്നോ പറയുന്നില്ല, നമുക്കറിയില്ല. അപ്പോഴാണ് കഷ്ടിച്ച് ഓടിയ ചില പടങ്ങൾ, വലിയ ഹിറ്റൊന്നുമല്ലാത്ത എൻ്റെ ആദ്യത്തെ സിനിമയായ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമയിലെ തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ തരളമായ അനുരാഗമുഖം, അപ്പോൾ ആ പാട്ട്, മല്ലു സിംഗിലെ പാട്ട്, റോമൻസിലെ അർത്തുങ്കല പള്ളിയിൽ, ഇതെല്ലാം ഹിറ്റായത് മറ്റെന്തൊക്കെയോ ചേരുവകൾ ഭംഗിയായി കലാശിച്ചുകൊണ്ടാണ്. അത് നവസംഗീത സംവിധായകരുടെ ഇണങ്ങൾ കൊണ്ടൊന്നുമല്ല. എം ജയേന്ദ്രൻ്റെയും മോഹൻ സുതാരയുടെയും ഔസേപ്പച്ചൻ്റെയും ബേണി ഇഗ്നേഷ്യസിൻ്റെയും അവരൊന്നും നവ എന്ന് പറഞ്ഞ് ചേർത്ത് വയ്ക്കാൻ പോലെ അവർക്കൊക്കെ ഒരു 10-30 വർഷത്തെ പഴക്കമുണ്ട്. അവരുടെയൊക്കെ ഈണത്തിൽ നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാട്ട് ഹിറ്റാവുന്നത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ്. വയലാർ എഴുതിയ 4000 പാട്ട് നമുക്കറിയില്ലല്ലോ. ചില നല്ല പാട്ടുകൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വായിക്കുമ്പോൾ ഈടുറ്റ രചനയാണ്, പക്ഷേ നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ കേൾക്കാനുള്ള ചില കാലത്തിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്, ചില ഔദാര്യമാണ് കാലത്തിൻ്റെ. അതൊരു വലിയ ഭാഗ്യം കൂടിയാണ്. അപ്പോൾ സിനിമാ പാട്ട് ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ട് മാത്രം ഹിറ്റാവില്ല, പക്ഷെ കേൾക്കണം. നാടകഗാനങ്ങൾക്ക് അങ്ങനെ കേൾക്കാനുള്ള സാധ്യതയില്ല. 1 വർഷം കഴിഞ്ഞാൽ തീർന്നു പോകും. യൂട്യൂബിലെങ്കിലും കേൾക്കണം. ആകാശവാണിയിൽ ഇത് വരുന്നുണ്ട്. അതും ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാരോ സംഗീത സംവിധായകരോ കൊണ്ട് കൊടുത്തിട്ടിടുന്നതാണ്. 1 വർഷം കഴിഞ്ഞാൽ നാടകമില്ലാത്ത നാടക മുതലാളിക്ക് ഇത് ആകാശവാണിയിൽ കേൾക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിർബന്ധം ഉണ്ടാവണമെന്നില്ല. അവരുടെ കുഴപ്പമല്ല. അവരുടെ ഒരു എന്താ പറയുക, സങ്കല്പത്തിൻ്റെയോ സമീപനത്തിൻ്റെയോ ഒക്കെ പ്രത്യേകതയായിരിക്കും. ബഹുമാനപ്പെട്ട സഹീർ അലിക്ക് നമസ്കാരം. ആർട്ടിസ്റ്റ് കേശവൻ പുരസ്കാര സമർപ്പണ വേദിയിൽ, അങ്ങേക്ക് കൂടി പുരസ്കാരമുണ്ടായിരുന്നൊരു വേദിയിൽ ഞാൻ സംസാരിച്ചു. എൻ്റെ സംസാരം ഇഷ്ടമാണെന്നറിഞ്ഞൊരു സന്തോഷം. രസകരമായൊരു കഥ പറയാം. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് സിനിമയിൽ, ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയനിൽ ഞങ്ങളെപ്പോലുള്ള ഓരോ കാലഘട്ടത്തിലെയും പാട്ടെഴുത്തുകാർ ഒരുമിച്ചിരിക്കും. 10-17 വർഷമാണ് ഒരു പാട്ടെഴുത്തുകാരൻ്റെ ഒരു രാജകീയ ഒരു യാത്ര. അങ്ങനെയാണെങ്കിൽ എൻ്റെ 17 വർഷം കഴിഞ്ഞു കേട്ടോ. ഇനി ബോണസാണ് ഈ പുതിയ പടമൊക്കെ, പുതിയ തലമുറ. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും ഓരോരുത്തരുടെയും സിനിമയിലെ കാലഘട്ടം അടയാളപ്പെടുത്തിയവരാണ് എന്ന ധാരണയിൽ ഇരിക്കുമായിരിക്കുമല്ലോ. പലരും മിണ്ടുകയില്ല, തമ്മിൽ മിണ്ടില്ല. എല്ലാവരും ഒന്നിക്കണമെന്നൊക്കെ പറയുന്ന കലാകാരന്മാർ തമ്മിൽ മിണ്ടാറില്ല പലപ്പോഴും. അത് വേറൊരു തമാശ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ 2-3 സിനിമയിൽ പാട്ട് എഴുതിയതിൻ്റെ പേരിൽ ഞങ്ങളുടെ സംഘടനയിലെ അംഗമായ ബഹുമാനപ്പെട്ട ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഞങ്ങളോട് സംസാരിക്കാൻ എഴുന്നേറ്റു. ചുള്ളിക്കാട് പറയുന്നു, ആ വാക്ക് എല്ലാവരും കേൾക്കണം, ചുള്ളിക്കാടിൻ്റെ വാക്കാണ്: പ്രതിഭയ്ക്ക് പകരമില്ല, പ്രതിഭയുടെ ഏറ്റക്കുറച്ചിലിന് പരിഹാരവുമില്ല. എനിക്ക് പകരം ലോകത്ത് ആരുമില്ലെന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ പിന്നെ അസൂയ കുശുമ്പൊന്നും ഉണ്ടാവില്ല. കാര്യം എന്താ? എൻ്റെ ജീവിതം എൻ്റേത് മാത്രമാണ്, എൻ്റെ പ്രണയം എൻ്റേതാണ്, എൻ്റെ സങ്കടം എൻ്റേത് മാത്രമാണ്, എൻ്റെ പ്രതീക്ഷകളും എൻ്റെ നേട്ടവും എൻ്റേത് മാത്രമാണ്. അത് വേറൊരാൾക്ക് പങ്കുവയ്ക്കാനാവില്ല. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ വഴികളാണ്, ഓരോ തെളിച്ചമാണ്.
ഒരാൾക്ക് മറ്റൊരു തെളിച്ചത്തെ സ്വീകരിക്കാനാവില്ല. കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാളേക്കാൾ കൂടുതൽ വെളിച്ചവും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രതിഭയ്ക്ക് പകരമില്ലെന്നും പ്രതിഭയുടെ ഏറ്റക്കുറച്ചിലിന് പരിഹാരവുമില്ലെന്നും വിചാരിക്കാനുള്ള ഔന്നത്യം ഓരോ പ്രതിഭകൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കാവാലം നാരായണ പണിക്കർക്ക് പത്മഭൂഷൺ ലഭിച്ചത് നാടകരംഗത്ത് സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് എന്ന് ശ്രീ ജോൺ ടി വേക്കൻ പറയുകയാണ്. നാടകം എന്ന് പറയുന്നത് കാവാലം സാറിൻ്റെ നാടകം മാത്രമല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതും നാടകമാണ്, അങ്ങയുടേതും നാടകമാണ്, കാവാലം സാറിൻ്റേതും നാടകമാണ്. ഞങ്ങൾ തർക്കിക്കുന്നുമില്ല. പക്ഷേ പ്രൊഫഷണൽ നാടകത്തെ അങ്ങനെ ഇകഴ്ത്തി കെട്ടരുത്. പ്രൊഫഷണൽ നാടകം അക്ഷരാർത്ഥത്തിൽ പറയാനുള്ളത് പറഞ്ഞ് ഓടി നടന്ന് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുന്ന നാടകം തന്നെയാണ്. പോരായ്മകളുണ്ടാവും, പക്ഷേ പ്രൊഫഷണൽ നാടകമാണ് മലയാളത്തിലെ നാടകരംഗത്തെ സജീവമാക്കിയത്, ജനകീയമാക്കിയത്. ഉത്സവപ്പറമ്പിലെ നിലാവുള്ള രാത്രികളിലും പള്ളിമേടകളിലെ പുറകിലുള്ള ഗ്രൗണ്ടിലും ഒക്കെ നാടകം എന്ന് പറഞ്ഞ അത്ഭുതത്തോടെ ജനസാമാന്യം കണ്ടിരുന്നത് പ്രൊഫഷണൽ നാടകമാണ്. ആ പ്രൊഫഷണൽ നാടകത്തിലെ ഒരു നടനോ ഒരു രചയിതാവിനോ ഒരു അഭിനേത്രിക്കോ എന്തുകൊണ്ടാണ് പത്മശ്രീ കിട്ടാതിരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. പ്രൊഫഷണൽ നാടകം ഒരു ചെറിയ കാര്യമല്ല. അത്തരമൊരു പ്രൊഫഷണൽ നാടകത്തിലെ നടനായിരുന്നല്ലോ തിലകൻ. സിനിമയിൽ എത്തിയപ്പോഴാണ് പത്മശ്രീ കിട്ടിയത്. സിനിമയിൽ അഭിനയിക്കാത്ത തിലകനെ പത്മശ്രീയുടെ 7 അയലത്ത് പോലും അടുപ്പിക്കില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ അതേ പറഞ്ഞുള്ളൂ. അങ്ങനത്തെ പ്രൊഫഷണൽ നാടക രംഗത്തിൻ്റെ അരങ്ങിനെ വർണ്ണാഭമാക്കുന്ന ജീവസുറ്റാക്കുന്ന സുജാതൻ മാഷിന് എന്തുകൊണ്ടാണ് അത് കൊടുക്കാതിരുന്നതെന്നായിരുന്നു എൻ്റെ നേരത്തെയുള്ള ചോദ്യം. ഒരു കച്ചവട നാടകം എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ആ കച്ചവട നാടകത്തിലെ ഈടുറ്റ എഴുത്തുകാരുടെ പേരാണ് ഫ്രാൻസിസ് ടി മാവേലിക്കരയെന്നും ഹേമന്ത്കുമാർ എന്നുമൊക്കെ. ഗോവിന്ദദാസും പത്മരാജനുമൊക്കെ കാമ്പോടെ നിന്നത്. എവിടെയും കാമ്പോടെ നിൽക്കാൻ പ്രതിഭയുണ്ടാവണം. അത് കച്ചവട രംഗത്തും കാമ്പുള്ളവർ കടന്നു വരുമ്പോൾ കച്ചവടവും കലാലോലമാകും, കാമ്പുള്ളതാവും. പാലാ കമ്മ്യൂണിക്കേഷനിൽ നാടകത്തിലെ ശ്രീ പ്രദീപ് റോയിയുടെ സംവിധാനത്തിൽ ശ്രീ സെബി നായരമ്പലത്തിൻ്റെ ഈണത്തിലെഴുതിയ ജമന്തിപ്പൂവേ എന്ന പാട്ട് ഇഷ്ടമാണ് എന്ന് ബഹുമാനപ്പെട്ട ശ്രീ അമൽ പറയുന്നു. നന്ദി. സുനിൽ പറയുന്നു പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവണം വരികൾക്ക്, അപ്പോഴാണ് വീണ്ടും വീണ്ടും കേൾക്കുന്നത്. അതെ, സാഹിത്യം ആലോചനാമൃതമാകണം, സംഗീതം ആലാപനാമൃതമാണ്. അപ്പോൾ ഹിന്ദി പാട്ട് കേട്ടിട്ട് നമ്മൾ ഹാ അസൽ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് അതിൻ്റെ ഈണം കാരണമാണ്. നമുക്ക് ഹിന്ദി അറിയാൻ മേലാത്തതുകൊണ്ട് ഹിന്ദിയുടെ വരിയൊന്നും നമുക്ക് ആലോചിച്ചെടുക്കാനാവില്ല. ഹിന്ദി അറിയാൻ മേലാത്തവർക്കാണ് കേട്ടോ. അപ്പോൾ സാഹിത്യം ആലോചനാമൃതമാണ്. ആലോചിച്ച് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടാടുകയാണ്. കരളിലെ മോഹവും കടലിലെ ഓളവും നിലയ്ക്കുകയില്ല എന്ന് നമ്മൾ ആ സംഗീതം മറന്നിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്, ആലോചിക്കുകയാണ്. പ്രശോഭൻ പറയുന്നു ഓരോ നാടക സമിതിക്കും അവതരണഗാനം ഒരു മുഖമുദ്രയാണ് എന്ന്. എൻ്റെ അറിവിൽ ഏകദേശം മിക്ക സമിതികൾക്കും അവതരണഗാനമൊക്കെ എഴുതാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാനത് വളരെ സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. മലയാള സിനിമാ രംഗത്ത് എന്നല്ല എല്ലാ രംഗത്തും ദുഷിച്ച സമ്പ്രദായങ്ങളുണ്ട്. ദുഷിച്ച സമ്പ്രദായങ്ങൾക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല. അതെല്ലാം ജോൺ ടി വേക്കൻ പറയുകയാണ് തോപ്പിൽ വാസിക്കും കൊടുത്തില്ല എന്നാണ്.
തോപ്പിൽ ഭാസിക്ക് മാത്രമല്ല, ഐൻസ്റ്റീന് നോബൽ സമ്മാനം കൊടുത്തിട്ടില്ല. ഐൻസ്റ്റീൻ, ഇതിനപ്പുറത്ത് പറയേണ്ട കാര്യമില്ല. ഐൻസ്റ്റീന് നോബൽ സമ്മാനം കൊടുക്കാത്തത് കൊണ്ട് നോബൽ സമ്മാനത്തിന് എന്തോ കുഴപ്പമുണ്ടായെന്നല്ല, അത് ഐൻസ്റ്റീന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തോപ്പിൽ ഭാസിക്കും അതുപോലെ തന്നെ ഉള്ള മഹാന്മാർക്കും കിട്ടാത്ത പത്മശ്രീക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായി, ആ കമ്മിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായി പോയെന്നല്ലാതെ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം പത്മശ്രീയേക്കാൾ വലുതാണ് തോപ്പിൽ ഭാസി, നമുക്കിപ്പോൾ പിടികിട്ടും. അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമിക്കും ദേവരാജനും കിട്ടാത്ത പത്മശ്രീ, ഭാവഗായകൻ ജയേന്ദ്രന് കിട്ടാത്ത പത്മശ്രീ, സാക്ഷാൽ ഐൻസ്റ്റീന് കിട്ടാത്ത നോബൽ സമ്മാനം പോലെ വികലവും നിറം കെട്ടതുമാണ് എന്ന് ബോധ്യമുള്ളവരാണ് നമ്മൾ. പിന്നെ പത്മശ്രീക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകാൻ വേണ്ടി സുധാകരൻ മാഷിനും മരണാനന്തര ബഹുമതിയായിട്ട് 100 വർഷത്തിന് മുമ്പ് മരിച്ചുപോയവർക്ക് വരെ കൊടുത്ത നാടാണ് നമ്മളുടേത്. അങ്ങനെയാണെങ്കിൽ മരണാനന്തര ബഹുമതിയായി ആദ്യത്തെ പത്മശ്രീ നാടകത്തെ അംഗീകരിച്ചുകൊണ്ട് തോപ്പിൽ ഭാസി സാറിന് കൊടുക്കണം. നമുക്ക് ആവശ്യപ്പെടാനുള്ള ധൈര്യം ഉണ്ടാകണം വേക്കൻ മാഷ്. നമുക്ക് ആവശ്യപ്പെടാനുള്ള ധൈര്യം ഉണ്ടാകണം, നമുക്ക് നാണം ഉണ്ടാവരുത്. നമുക്ക് എനിക്കിപ്പോൾ പത്മശ്രീ കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും തർക്കിച്ചാൽ 4000 പാട്ട് 40 വയസ്സിന് മുമ്പേ എഴുതിയ ആളാണെന്ന രീതിയിൽ എനിക്കിതിന് അർഹതയുണ്ടെന്ന് പറയാനുള്ള ധൈര്യം ആദ്യം എനിക്കുണ്ടാവണ്ടേ. മറ്റാർക്കെങ്കിലും കിട്ടിയില്ല എന്നാണ് നിങ്ങളുടെ ഒരു ചോദ്യമെങ്കിൽ അത് കൊടുക്കേണ്ടയാൾ ഞാനല്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി അപ്പോൾ വേണ്ടത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അതിനെ പ്രതികരിക്കേണ്ടത്. അങ്ങനെയാണ്. എനിക്ക് ഒരു പത്മശ്രീ, എനിക്ക് ഭാരതരത്നം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങരുത്. കാര്യം എന്താ, എനിക്ക് അർഹതപ്പെട്ടാത്ത സാധനം എങ്ങനെയോ കിട്ടിയിരിക്കുകയാണ്. ഇനി പുറത്തിറങ്ങി നിങ്ങളുടെ കളിയാക്കും. അർഹതപ്പെട്ടതാണോ എന്ന് എനിക്ക് ബോധ്യം ഉണ്ടാവണം ആദ്യം, അല്ലേ? ചില അർഹതയില്ലാത്ത അവാർഡുകളൊക്കെ മേടിച്ചെടുത്തിട്ട് നാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് ആരോഗ്യം കൊടുക്കുന്ന അവാർഡ് വെച്ചിട്ട് കുറേ ഫ്ലെക്സൊക്കെ ചിലർ വെച്ചിട്ടുണ്ട് ചിലയിടത്തൊക്കെ നമ്മൾ കാണാമെന്നല്ലോ. അപ്പോൾ അത് അവർക്ക് നാണമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ബോധ്യമുണ്ടായാൽ മതി. അതെ, മഹാത്മാഗാന്ധിക്ക് നോബൽ സമ്മാനം കിട്ടാത്ത നാടാണ് എന്നാണ്. അതെ, നമുക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാവണം. ബഹുമാനപ്പെട്ട ശ്രീ ജയറാമിന് പത്മശ്രീ കിട്ടിയപ്പോൾ നമ്മളിൽ പലരും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. ആ വർഷം ഏറ്റവും മികച്ച രണ്ടാമത്തെ സഹനടനുള്ള തമിഴകത്തിൻ്റെ അവാർഡ് മേടിച്ച വർഷമാണ് അദ്ദേഹത്തിന് കരുണാനിധി ശുപാർശ ചെയ്തത്. തമിഴകത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പീലിയിലേക്കും ചിത്രയ്ക്കും കിട്ടിയത് തമിഴകം കൊടുത്തതാണ് പത്മശ്രീ, തമിഴകത്തിൻ്റെ ശുപാർശയാണ്. അതുപോലെ ജയറാമിനും കിട്ടി. ജയറാമിന് കിട്ടിയപ്പോൾ മിമിക്രി എന്ന കലാരൂപത്തെ ഏറ്റവും രീതിയിൽ അഭിജാതവൽക്കരിച്ചത്, ഏറ്റവും ഭംഗിയായി മാർക്കറ്റ് ചെയ്ത ഒരാളെന്ന രീതിയിൽ ആ രംഗത്തിൻ്റെ കൂടി സംഭാവന താഴെ എഴുതി ചേർത്തിരുന്നു. അപ്പോൾ അത് മധുവിനും തിലകനും കിട്ടാത്ത അവാർഡ് താങ്കൾക്ക് കിട്ടിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ ജയറാം പറഞ്ഞ മറുപടി ഇതിന് നല്ല മറുപടിയാണ്. എനിക്ക് ഇതിന് അർഹതപ്പെട്ടതാണ് എന്നാണ് ബഹുമാനപ്പെട്ട സർക്കാരിന് തോന്നിയത്. എനിക്കും തോന്നുന്നുണ്ട് എൻ്റെ ജീവിതം സാർത്ഥകമായി. മധുസാറിനും തിലകനും കൊടുക്കാത്തത് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ നാളെ രാവിലെ 8 മണിക്ക് തന്നെ ഒരു 150 പേർക്ക് വിതരണം ചെയ്യാം. സർക്കാരിൻ്റെ ആയതുകൊണ്ട് സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞത്. അപ്പോൾ അത് സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ പോലെയാണ്. ബഹുമാനപ്പെട്ട ശ്രീ വേക്കൻ മാഷ് പറയുന്നത് പോലെ കേരളത്തിലെ കലാകേന്ദ്രങ്ങളിൽ കാലാകാലങ്ങളായി ഭരണത്തിലിരിക്കുന്നവരാണ് ലിസ്റ്റ് അയക്കുന്നതെന്നാണ്. അങ്ങനെ ആയിരുന്നു. ഇവിടുന്ന് ലിസ്റ്റ് അയക്കും. ഇവിടുത്തെ ഭരണക്കാരെ മതിപ്പില്ലാത്തവർ ആ ലിസ്റ്റ് കീറിക്കളയും. പക്ഷേ ഇപ്പോൾ ഈ 2 വർഷമായിട്ട് നമുക്ക് ഇതുവരെ കേൾക്കാത്ത ആൾക്കാർക്കൊക്കെ പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ. കലാരംഗത്ത് നിന്ന് ഒരാളെ പോലും അടുപ്പിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ പത്മശ്രീയൊക്കെ കിട്ടിയവരുടെയൊക്കെ പേരൊന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ ഞെട്ടിപ്പോവും. ഇവിടെ നിന്ന് അയച്ചിരുന്നു. ഇവിടെ നിന്ന് അയക്കുമ്പോഴും അവരെയൊന്നും പരിഗണിക്കാതെ, അതൊക്കെ കേരളത്തിൻ്റെ ചില ഭരണക്കാരുടെ പ്രിയപ്പെട്ട ആൾക്കാരാണെന്ന തോന്നലിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് മറ്റ് ചില സങ്കുചിത താല്പര്യങ്ങൾ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനത് വിശദമാക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പത്തെ വർഷത്തെയും ഒക്കെ പത്മശ്രീ അവാർഡ് ജേതാക്കളിൽ കേരളത്തിൻ്റെ ആൾക്കാരെ നമ്മളൊന്ന് വിചാരിച്ചാൽ അറിയാം. നമുക്ക് പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള സമയമായി. നാടകരെ ഇപ്പോൾ ജോൺ ഡി വേക്കൻ എന്ന ബഹുമാനപ്പെട്ട എൻ്റെ
സ്നേഹിതൻ നാടകത്തെ ഹൃദയത്തിൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ നാടക സങ്കല്പമുണ്ട്, ബഹുമാനിക്കുന്നു. ആ നാടകത്തെ ഹൃദയത്തിൽ കൊണ്ടാടി എൻ്റെ വഴി ശരിയാണെന്നോർത്ത് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. ആ വഴിയിലെ വെളിച്ചത്തെ ഞാൻ ബഹുമാനിക്കുന്നു. കാര്യം ആ വെളിച്ചം അങ്ങയുടെ ജീവിതമാണ്, ആ വെളിച്ചം അങ്ങയുടെ ബോധ്യമാണ്. ആ ബോധ്യത്തെ ഞാൻ ബഹുമാനിച്ചില്ലെങ്കിൽ അവരെന്നെ ബഹുമാനിക്കാത്ത ഒരാളായി ഞാൻ പോവും. അതുകൊണ്ട് ഞാനത് ബഹുമാനത്തോടെ കാണുകയാണ്. അങ്ങയുടെ നിലപാടുകളെ, ബോധ്യത്തെ, വെളിച്ചത്തെ ഞാൻ നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ പ്രൊഫഷണൽ നാടക രംഗത്തെ എളിയ പ്രവർത്തനങ്ങൾ നടത്തി ജീവിക്കുകയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില നാടക നടന്മാർ, നാടകത്തിലെ അഭിനേത്രികൾ, ഞങ്ങൾ അങ്ങനെയല്ല, ഏതൊരു സിനിമാ നടനെയും പോലെ ഞങ്ങളും എളിയ രീതിയിലല്ല, വളരെ ഗംഭീരമായ രീതിയിൽ രാത്രികളിൽ ഉറങ്ങാതെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ. അത് എഴുതി തന്ന നാടകകൃത്തുക്കൾ ഉറങ്ങാതെ എൻ്റെ കുഞ്ഞുങ്ങളത് എവിടെയോ വിളിച്ചു പറയുന്നുണ്ടെന്നോർത്തിട്ട് വീടുകളിലിരിപ്പുണ്ട്. അത് അരങ്ങിൽ അഭിനയിപ്പിച്ചവർ വളരെ ഭംഗിയായി അത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഈ കേരളത്തിലെ കാലാകാലങ്ങളായി ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാർ, അതിൽ ഓരോരുത്തർക്ക് താല്പര്യമുള്ളവരെയൊക്കെ പത്മശ്രീക്ക് അല്ലെങ്കിൽ ബഹുമതിക്കൊക്കെ അയക്കും. അങ്ങനെ അയക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് ബോധ്യം വരുമ്പോൾ പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർ എളിയ ജീവിതത്തിൽ അത് മേടിക്കുകയാണ്. കാര്യം അവരുടെ ജീവിതത്തിൻ്റെ പ്രതിഫലമാണ്. അങ്ങനെ ഉള്ള കഴിവില്ലാത്ത വളരെ പാവങ്ങളായ ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടാത്തത് മേടിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടി നമ്മളിൽ പലർക്കും ഉണ്ട്. അതിലൊരാളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ആർട്ടിസ്റ്റ് സുജാതൻ മാഷ്. വളരെ സാത്വികരാണല്ലോ അവരൊക്കെ. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന എളിയ ബോധ്യത്തോടെ മൂലയിൽ മാറി നിൽക്കുമ്പോൾ നിങ്ങളേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാനുള്ള ഒരു വലിയ ബോധ്യം നമുക്ക് ഉണ്ടാവണം. അത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. ആരാധ്യനായ ശ്രീ ഓസ്കാർ വൈൽസ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു തമാശയുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട 100 ബുക്കുകളുടെ പേര് പറയാൻ ഓസ്കാർ വൈൽസിനോടൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 100 പുസ്തകമൊന്നുമില്ല, 5 എണ്ണേ ഉള്ളൂ, ആ 5 ഞാൻ തന്നെയാണ് എഴുതിയതെന്ന്. ഓസ്കാർ വൈൽസ് പറഞ്ഞതാണോ അല്ലയോ എന്നറിയില്ല. എല്ലാവരുടെയും വിചാരം ഞാൻ മാത്രമാണ് വലിയ കാര്യങ്ങൾ ചെയ്തതെന്നാണ്. അവരൻ്റെ ആകാശവും ഭൂമിയും തിരിച്ചറിയാൻ നമുക്ക് ഔന്നത്യം ഉണ്ടാവട്ടെ. അല്ല, എല്ലാ അവാർഡുകളും മുരളി മാഷെ പങ്കുവയ്ക്കലാണ്. എല്ലാ അവാർഡുകളും പങ്കുവയ്ക്കലാണ്. എന്താ, ദേശീയ അവാർഡ് എന്ന് പറയുന്നത് 4 പേരിൽ നിന്ന് ഈ 130 കോടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? ഈ 4 or 5 പേർ ഈ 500 പടം കാണുമോ? സാമാന്യ ബുദ്ധിയോടെ ഒന്ന് ആലോചിച്ച് നോക്കി. 10-80 സിനിമകൾ ഒരു അവാർഡ് കമ്മിറ്റിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഇത് 5-6 പേരിരുന്ന് കണ്ടാൽ അവർക്ക് വട്ടായി പോകില്ലേ? 2 സിനിമ കണ്ടാൽ തന്നെ നമ്മൾ ആകെ ബോറടിക്കും. ഇത് ഏതൊക്കെ സിനിമയുടെ കഥയാണ്? അപ്പോൾ ഇത് ഒരു പങ്കുവയ്ക്കലല്ലേ? ഈ പങ്കുവയ്ക്കലിൽ പലപ്പോഴും തിരസ്കരിക്കപ്പെടുന്നവർക്ക് കാലം ചില പാരിതോഷികങ്ങൾ നൽകും. നമുക്ക് അർജുനൻ മാഷിന് അവസാനം കിട്ടിയത് അങ്ങനെയാണല്ലോ. അർജുനൻ മാഷിന് ജയരാജിൻ്റെ അവസാനത്തെ സിനിമയിൽ ഈ പുരസ്കാരം കിട്ടിയത്, സിനിമയിൽ അദ്ദേഹത്തിന് ഇതുവരെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 80ാമത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു സിനിമ അവാർഡ് കൊടുത്തത്. കിട്ടേണ്ട സമയത്ത് നല്ല പാട്ടുകൾക്ക് കൊടുത്തില്ല. കാര്യം ആ നല്ല പാട്ടുകളുള്ള സിനിമകളൊക്കെ അടിയിടി പടങ്ങളായിരുന്നു. അത് ശ്രീകുമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. നല്ല പാട്ടുകളുള്ള നല്ല സിനിമകൾ വയലാറും ഭാസ്കരൻ മാഷും ഒക്കെ എഴുതി പോകുമായിരുന്നു. അത് കഴിഞ്ഞ് CAD നസീർ ഉൾപ്പെടെയുള്ള ഇങ്ങനത്തെ അടിയിടി പടങ്ങളിലൊക്കെ നല്ല പാട്ടുകളും ഉണ്ടാകുമായിരുന്നു. അതൊക്കെ ചെയ്ത സംഗീത സംവിധായകനെയോ ഗാനരചയിതാവിനെയോ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലായിരുന്നു. പിന്നീട് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചു എന്ന് പറയാറുണ്ടല്ലോ. ചിലപ്പോൾ ചില കാലത്തിൻ്റെ കാവ്യനീതി സംഭവിക്കാം.
അതുപോലും സംഭവിക്കാത്തവരുണ്ട്. ശിവാജി ഗണേശനും അവസാനത്തെ കാലഘട്ടത്തിലാണ് അതുപോലെ ദേശീയ ബഹുമതി ലഭിച്ചത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ശിവാജി ഗണേശനും ദേശീയ അവാർഡൊന്നും കിട്ടാതെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലത്തിലാണ് തേവർ മകനിൽ ഒരു പുരസ്കാരം ലഭിച്ചത്. ഞാൻ നേരത്തെ ശ്രീ കെ സി ജോർജ് കട്ടപ്പന, ജോർജെ നമസ്കാരം. സിനിമാ പാട്ട് എഴുതുമ്പോഴും നാടകപ്പാട്ട് എഴുതുമ്പോഴൊക്കെ എല്ലാം ഒരുപോലെ ഈ രചനാപരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എല്ലാം ഒന്നാണ് കേട്ടോ. കാര്യം ഒരു കമൽ ചിത്രത്തിലോ പ്രിയദർശൻ ചിത്രത്തിലോ എഴുതുമ്പോൾ ഇച്ചിരി ആത്മാർത്ഥത കൂട്ടിക്കളയാമെന്നോ, ഒരു നാടകത്തിൽ എഴുതുമ്പോൾ ഇച്ചിരി കുറച്ചേക്കാം എന്നോ അങ്ങനെ തോന്നുന്ന ഒരുത്തിനേ കലാകാരനല്ല, എഴുത്തുകാരനല്ല. പിന്നെ എഴുതുമ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്ക് നമ്മുടെ എല്ലാ തരത്തിലുമുള്ള രചനാസങ്കല്പങ്ങളെ പൂവണിയിക്കാനുള്ള സാധ്യത നമുക്ക് അരങ്ങ് നൽകുന്നുണ്ട്. സിനിമ അത് നൽകുന്നില്ല. സിനിമയിൽ അത്തരം അവസരങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ഒരുപാട് ജനകീയമാകും എന്നുള്ളൊരു സന്തോഷം അത് മറ്റൊന്നുണ്ട്. ഒരുപാട് പേർ കേൾക്കുമായിരിക്കും എന്നുള്ള തോന്നലുണ്ട്. അതല്ല, മറ്റേത് നമുക്ക് തോന്നുന്നത് വേറൊരു തരമാണ്. നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ സംവിധായകനും എഴുത്തുകാരനും നൽകുകയാണ്. ബഹുമാനപ്പെട്ട ചെറുന്നൂർ നമശിവായൻ മാഷിന് നമസ്കാരം. അരങ്ങിൽ അങ്ങയെ കണ്ട് അത്ഭുതപ്പെടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങയുടെ മക്കളുടെ കല്യാണത്തിന് വിളിച്ചിട്ട് വരാൻ കഴിയാത്തതിൽ ഞാൻ ഒരിക്കലും കൂടി ഖേദമറിയിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ അരങ്ങിൻ്റെ അണയാത്ത മണിദീപമാണ്. അങ്ങ് ഞങ്ങളുടെ എക്കാലത്തെയും മികച്ച സിനിമയിലെ ബഹദൂറോ അടൂർ ഭാസിയോ പോലും ഞങ്ങളെ ഇത്ര ഭ്രമിപ്പിച്ചിട്ടില്ല കേട്ടോ അരങ്ങിൽ. നമസ്കാരം ഉമ്മ. എൻ്റെ ഒരു കവിത പെട്ടെന്ന് ഓർക്കുന്നു. അത് കവിതയുടെ പേര് ശലഭയാനം എന്നാണ്. ശലഭയാനം, ശലഭത്തിൻ്റെ യാത്ര. പറന്നുയരും മുമ്പ് ഞാനൊരു പുഴുവായിരുന്നു. എൻ്റെ കിനാക്കൾ പോലെ വരണ്ടുണങ്ങിയ വള്ളിക്കാട്ടിൽ ഞാൻ തളരും വരെ കരഞ്ഞിരുന്നു. വസന്തം എനിക്ക് ചിറക് തന്നു. തൊട്ടാവാടികളോട് യാത്ര പറഞ്ഞ് ഞാൻ ആകാശത്തിൻ്റെ ഹൃദയം തൊടാൻ പറന്നുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം ഈ പറക്കൽ ഒരു പകൽ കൂടിയേ ഉള്ളൂ. എനിക്കറിയാം ഈ പറക്കൽ ഒരു പകൽ കൂടിയേ ഉള്ളുവെന്ന്. പക്ഷേ താഴെ വീണ് ഉണങ്ങിപ്പോകുന്നതിന് മുൻപ് പ്രപഞ്ചത്തിൻ്റെ പീലിത്താളിൽ ഞാൻ എൻ്റെ പേരടയാളപ്പെടുത്തും. താഴെ വീണ് ഉണങ്ങിപ്പോകുന്നതിന് മുൻപ് ഒരു ശലഭം പ്രപഞ്ചത്തിൻ്റെ പീലിത്താളിൽ പേരടയാളപ്പെടുത്തി വയ്ക്കുന്നത് പോലെയാണ് ഓരോ കലാകാരനും. പ്രിയപ്പെട്ടവരെ, ആ കലാകാരൻ ആ പേരടയാളപ്പെടുത്താൻ ഒരു വേദി ഒരുക്കി തരുന്ന ഒരു ഏജൻറ്റും കലാകാരനാണ്. മുമ്പിൽ കണ്ടുകൊണ്ട് അന്തം വിട്ടിരുന്ന് കൈയടിക്കുന്ന, ഉറക്കം മറന്നു പോകുന്ന കാണിയുണ്ടല്ലോ, ആ കാണിയും കലാകാരനാണ്. എല്ലാവരും കലാകാരന്മാരാണ്. ഏറ്റവും വലിയ കലാകാരൻ്റെ പേർ ആസ്വാദകൻ എന്നാണ്. ബഹുമാനപ്പെട്ട ശ്രീ മീനമ്പലം സന്തോഷ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. നാടകത്തെ ഗൗരവപൂർവ്വം സമീപിക്കുന്ന വളരെ തൻ്റേടിയായ ഒരു സംഘാടകൻ കൂടിയാണ് അനുഗ്രഹീതനായ സംവിധായകനായ ശ്രീ മീനമ്പലം. മീനമ്പലമൊക്കെ നാടകരംഗത്തുള്ളത് എവിടെയോ വീണു പോകുമെന്ന് തോന്നുമ്പോൾ പതുക്കെ താങ്ങുന്ന ഒരു സംഘാടകൻ്റെ കരസ്പർശമുണ്ടല്ലോ, അത് മീനമ്പലം സന്തോഷിലുണ്ട്. ഇരുട്ട് കയറിപ്പോയ അരങ്ങിനെ ഒന്ന് ജ്വലിപ്പിച്ചു നിർത്താൻ അദ്ദേഹം കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ എഴുതി വയ്ക്കാൻ നാടകകൃത്തുക്കളോട് ആവശ്യപ്പെട്ട കാലമാണിത്. നമുക്ക് എങ്ങനെയെങ്കിലും ചിലയിടത്ത് അവതരിപ്പിക്കണം, തീർന്നു പോകരുത് എന്ന്. അർജുനൻ മാഷിൻ്റെയും കുമരകൻ രായപ്പൻ മാഷിൻ്റെയും വൈപ്പിൻ സുരേന്ദ്രൻ്റെയും സെബിയുടെയും അനിൽ മാളയുടെയും ഏത് മീറ്ററിൽ പാട്ടെഴുതുമ്പോഴാണ് സംതൃപ്തി എന്നാണ്. ഇത്രയും സംവിധായകരോടൊപ്പം ഇരുന്നപ്പോഴും എനിക്ക് യാതൊരു വിധത്തിലുള്ള അസംതൃപ്തിയും ഉണ്ടാകാതിരുന്നത് അവരുടെ സ്നേഹം കൊണ്ടാണ്. സെബി എന്നെ ചേർത്ത് നിർത്തി രാജീവിൻ്റെ പാട്ട് ആഹ എന്ന് പറയുമ്പോഴേ ഒരു കാമുകൻ കാമുകിയെ ചേർത്ത് നിർത്തി ആലിംഗനത്തോടെ നീ മിടുക്കിയാണ് എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാകും. സംഗീത സംവിധായകൻ്റെ പ്രോത്സാഹനമാണ് ഗാനരചയിതാവിന് ആദ്യം വേണ്ടത്. അനിൽമാള മലയാള സിനിമയിൽ ശ്രീ എം ജയചന്ദ്രനും ഗോപി സുന്ദറും അതുപോലെ തന്നെ ശ്രീ രതീഷ് വേഗയും പുതിയ സംഗീത സംവിധായകരുണ്ടല്ലോ, അവരോടൊപ്പമൊക്കെ ഞാൻ സഹകരിച്ചപ്പോഴുണ്ടായ ഏതോ ഒരു മൂഡ് അനിൽമാള എനിക്ക് സമ്മാനിച്ചു.
അർജുനൻ മാഷും കുമരകൻ രായപ്പനും വൈപ്പിൻ സുരേന്ദ്രനും ഫ്രാൻസിസ് വലപ്പാടും ചരിത്രത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചെറിയ മഴത്തുള്ളിയെപ്പോലെ എന്നെ വികാരഭരിതനാക്കി. ചരിത്രസാഗരത്തിലേക്ക് പെയ്തു വീഴുന്നൊരു മഴത്തുള്ളിയായി എനിക്കപ്പോൾ തോന്നി. ബഹുമാനപ്പെട്ട രഘു ഒറ്റപ്പാലം, സ്നേഹത്തോടെ രഘുവിന് നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ എസ് എസ് നടന്ന സഭയുടെ ഈ ഓൺലൈൻ സംവാദം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എസ് നടന്ന സഭയുടെ പ്രിയപ്പെട്ട ഒരുപാട് അംഗങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ വെട്ടത്ത് വ്യാസനെയും ജയരായി ഏട്ടനെയും കടയ്ക്കാവൂർ അജയ് ബോസ് അനുഗ്രഹീതനായ നാടകകൃത്ത്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി പ്രവാസ ജീവിതത്തിലാണ്. ദുബായിൽ ഇരുന്നാണ് അദ്ദേഹം ഇതിൻ്റെ ചരട് വലിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എത്ര നേരം വേണമെന്ന് ബഹുമാനപ്പെട്ട ശ്രീ പള്ളിപ്പുറം, എല്ലാവർക്കും നമസ്കാരം, പള്ളിപ്പുറം ബഹുമാനപ്പെട്ട ശ്രീ പയ്യന്നൂർ മുരളിയുടെ നിർദ്ദേശാനുസരണം ഇത് നിർത്തുന്നതായിരിക്കും. പിറവിയിൽ പ്രേംജിക്കും ഓപ്പോളിൽ ബാലങ്കി നായർക്കും നെയ്ത്തുകാരനിൽ ശ്രീ മുരളിക്കും ഒരു വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടിക്കും വാനപ്രശസ്തിൽ മോഹൻലാലിനും പിന്നെ സലിംകുമാറിനും കൊടുത്ത ദേശീയ അവാർഡുകൾ അതെ അത് അവർക്ക് അർഹതപ്പെട്ടതാണെന്ന് സിനിമ കണ്ട ഏതുതരം പ്രേക്ഷകനും പറയുമെന്നാണ്. അതെ, ചിലപ്പോൾ അർഹതപ്പെട്ട അവാർഡുകൾ ചിലർക്ക് കിട്ടാതെ പോകും എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാള സാഹിത്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് വയലാർ അവാർഡ്. അത് ഒരു നാടകകൃത്തിന് കൊടുക്കണം എന്നൊരാവശ്യം നാടകത്തിലെ സംഘടനകൾ, സാർത്ഥകമായി പ്രവർത്തിക്കുന്ന ഡ്രാമാനന്ദം ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിനോടോ അല്ലെങ്കിൽ അതിൻ്റെ സമിതികളോടോ വയലാർ സമിതികളോടോ ഒക്കെ പറയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യം, ഞാനിപ്പോൾ ഈ കേരള സർക്കാരിൻ്റെ കുമാരനാശാൻ സ്മാരകത്തിൻ്റെ പല്ലനയിലെ ചെയർമാനാണ്. ഗാനരചനയ്ക്ക് ഒരു സർക്കാർ ഫണ്ട് ഉപയോഗിച്ചൊരു ക്യാമ്പ് സംഘടിപ്പിച്ച ചരിത്ര മുഹൂർത്തത്തിന് എനിക്ക് നേതൃത്വം നൽകാൻ കഴിയും. സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഗാനരചന ക്യാമ്പ് സ്മാരകത്തിൽ നടത്തി. സർക്കാർ അതിന് 2 ലക്ഷം രൂപ മുടക്കി. കവിതാ ക്യാമ്പെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഗാനരചനയ്ക്ക് ഒരു ക്യാമ്പ് നടത്തുകയും സർക്കാർ പണം അനുവദിക്കുകയും ചെയ്യുക വഴി പാട്ടെഴുത്ത് രംഗത്തിൻ്റെ മേൽവിലാസത്തിൽ മഹാകവിയുടെ പേരിലൊരു സ്മാരകത്തിൻ്റെ ചെയർമാനാക്കി ജനകീയ സർക്കാർ നിയമിച്ച ഒരാളെന്ന രീതിയിൽ പാട്ടെഴുത്തിനെ കൂടി ഒരു സാഹിത്യ മേഖലയായി അംഗീകരിച്ച ചരിത്രപരമായ ഒരു തീരുമാനമാണത് എന്ന് ഞാൻ വിശ്വസിക്കുകയും അത് എൻ്റെ പ്രിയപ്പെട്ട നാടക കുടുംബാംഗങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്യും. ചേർത്തല ശൈലജയുടെ നാടകത്തിൻ്റെ പേർ മാന്ത്രിക കരടി എന്നാണ്. മണിയപ്പൻ ആറന്മുള, അങ്ങയോടൊപ്പം സഹകരിക്കാൻ കഴിയാത്തതിൽ അങ്ങേക്ക് ഞാനെപ്പോഴും അങ്ങയോടൊപ്പം സഹകരിക്കാൻ സന്നദ്ധനാണ്. ചോദ്യങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്ത് വേണമെങ്കിലും ചോദിക്കാം. വലിയ അഭിമാനകരമാണ്. നാടകം പ്രൊഫഷണൽ നാടകം മാത്രമല്ല, അമേച്ചർ നാടകം, നാടകത്തിൽ ഒരുപാട് മേഖലകളുണ്ട്. എല്ലാ കൈവഴികളും അവസാനിക്കുന്നത് പ്രബുദ്ധനായ പ്രേക്ഷകൻ്റെ ഹൃദയത്തിലാണ്. ജോൺ ജി വേക്കനും ഫ്രാൻസിസ് ടി മാവേലിക്കരയും തോപ്പിൽ ഭാസിയും വക്കം ഷക്കീറും വത്സൻ നിസരിയും പ്രദീപ് റോയും അവരോടൊപ്പം ഞങ്ങളും എല്ലാവരും ഒഴുകിപ്പോകുന്നത് ഒരേ ഒരു ബിന്ദുവിലേക്കാണ്. ആ ബിന്ദു പ്രേക്ഷകൻ്റെ ഹൃദയബിന്ദുവാണ്. ആ ബിന്ദുവിലേക്ക് പല പല സങ്കല്പങ്ങളുള്ള, അഭിപ്രായങ്ങളുള്ള, സമീപനങ്ങളുള്ള നമ്മളെല്ലാവരും, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഒഴുകിച്ചേരുന്നത് പ്രേക്ഷക ഹൃദയത്തിലാണ്, പ്രേക്ഷക സമൂഹത്തിൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നാടകക്കാരാണ്, നാടക തറവാട്ടുകാരാണ്. ഞാൻ എൻ്റെ സിനിമയുടെ
സിനിമാ ലോകത്തെ 130 സിനിമയിൽ പാട്ടെഴുതിയ ഒരാളെന്ന രീതിയിലുള്ള വിപുലമായ ബന്ധങ്ങളുണ്ടല്ലോ. ആ വിപുലമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് നാടകത്തിൻ്റെ മഹിമയെക്കുറിച്ചാണ് അവരോടൊക്കെ സംസാരിക്കാറുള്ളത്. എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ അഭി, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആകാശ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്തയാൾ പാടും, രണ്ടാമത്തെയാൾ കവിത ചൊല്ലും, അഭിനയിക്കും. ഭാര്യ ദീപ ആലുങ്കൽ, കൊല്ലത്താണ് സ്വദേശം. എല്ലാവരോടും ശ്രീ രാജീവ് നാവായിക്കുളത്തിൻ്റെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവരോട് പറയാം കേട്ടോ, എല്ലാവരോടും പറയാം. എല്ലാവരോടും ഇഷ്ടമാണ് കേട്ടോ. ആരോടെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു മര്യാദകേടായിട്ടൊന്നും തോന്നരുത്. അപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ പരിചയമില്ലാത്തത് കൊണ്ട് മിണ്ടാതെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ലൈസൻസോടെയും എന്നോട് സംസാരിക്കാനും സ്നേഹിക്കാനും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമെന്ന രീതിയിൽ ആണെന്ന് വിചാരിക്കാനുമുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എനിക്ക് വളരെ അഭിമാനകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നെ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ജോൺ ജി വേക്കനും ബഹുമാനപ്പെട്ട ശ്രീ KM ധർമ്മൻ മാഷും വത്സൻ നിസരിയും ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും. TS രാധാകൃഷ്ണൻ എൻ്റെ പാട്ട് 3ഓളം CD ചെയ്തിട്ടുണ്ട്. TS രാധാകൃഷ്ണൻജിയും ഞാനും കൂടി 30 പാട്ടുകൾ ഭാഗമായിട്ടുണ്ട്. അത് S ജാനകിയും സുശീലാമ്മയും വാണി ജയറാമും ഒക്കെ പാടിയ പാട്ടുകളാണ്. ജയചന്ദ്രനും മധു ബാലകൃഷ്ണനും ഒക്കെ പാടിയിട്ടുണ്ട്. ഭക്തിഗാന രംഗത്താണെങ്കിൽ തന്നെയും എനിക്ക് വലിയ ഭാഗ്യമാണ് ശ്രീ ജയവിജയ ജയനും അതുപോലെ MG രാധാകൃഷ്ണനും പെരുമ്പാവൂർ G രവീന്ദ്രനാഥും ദക്ഷിണാമൂർത്തി സ്വാമിയും അവരെല്ലാവരുമായിട്ടൊക്കെ സഹകരിക്കാനുള്ള ഭാഗ്യം. ശ്രീ അലിയാർ മാക്കിയിൽ, എല്ലാവർക്കും നമസ്കാരം. അലിയാർ മാക്കിയിൽ എൻ്റെ അഭിനന്ദനായ എൻ്റെ കുടുംബ സുഹൃത്ത്, അതുപോലെ ശ്രീ ബാബുരാജ് സുരേന്ദ്രൻ ശിവഗിരി, പ്രത്യേക നമസ്കാരം. വലിയ സന്തോഷകരമായ മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോയത്. ചോദ്യങ്ങൾ ചോദിച്ചത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇളയ മകൻ ആകാശ്, ഇത് മൂത്ത മകൻ അഭി, ഇത് ഭാര്യ ദീപ. പയ്യന്നൂർ വേണു, ഇവരാണ് ഇതിങ്ങനെ റെഡിയാക്കി തന്നത്. ഈ ഇങ്ങനെയൊക്കെ ശ്രീ രാജീവ് നാവായിക്കുളം, നമസ്കാരം. ജോൺ ഡി വേക്കൻ മാഷ്, ഞാൻ ഒരു 27 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹവുമായി ഒരുപാട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കാണുകയൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം ഇപ്പോഴും ആ നാടകത്തോടുള്ള പ്രണയം കൊണ്ട് നടക്കുന്നു. നാടകം തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമെന്ന് അറിയുന്നു എന്നുള്ളതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിവ്. അപ്പോൾ ഇത് പയ്യന്നൂർ മുരളിച്ചേട്ടൻ ആണ് ഇങ്ങനെ ഒരു കടയ്ക്കാവൂരെ SS നടന സഭ ബഹുമാനപ്പെട്ട ആരാധ്യനായ അഭിവന്ദ്യനായ ശ്രീ കുഞ്ഞികൃഷ്ണ പണിക്കർ 1920 സ്ഥാപിതമാക്കിയ 100 വർഷം പിന്നിടുന്ന SS നടന സഭ. അതിൻ്റെ ഇപ്പോഴത്തെ
സാരഥികളായ ശ്രീ വെട്ടത്ത് വ്യാസൻ, ബഹുമാന്യനായ കവി, കുഞ്ഞികൃഷ്ണ പണിക്കരുടെ മകളുടെ മകൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകൻ, കുഞ്ഞികൃഷ്ണ പണിക്കർ സാറിൻ്റെ അനിയൻ്റെ മകനായ ഡോക്ടർ ജയരാജ് മാധവൻ, അദ്ദേഹം ഇതിൻ്റെ ചെയർമാനാണ്, അനർട്ടിൻ്റെ മുൻ ഡയറക്ടറാണ്. അതുപോലെ തന്നെ ശ്രീ കടക്കാവൂർ അജയ് ബോസ്, അദ്ദേഹം ദുബായിലാണ്, SS നൃത്തസഭയുടെ ഡയറക്ടറാണ്. അദ്ദേഹം അനുഗ്രഹീതനായ നാടകകൃത്താണ്. അതുപോലെ തന്നെ ശ്രീ പയ്യന്നൂർ മുരളി, SS നടനസഭയെ അക്ഷരാർത്ഥത്തിൽ ജനകീയമാക്കിയ, സമകാലികമായി ചർച്ച ചെയ്യിക്കാനുള്ള അവസരം ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ശ്രീ പയ്യന്നൂർ മുരളിച്ചേട്ടന്, ഏറ്റവും പ്രിയപ്പെട്ട മുരളിച്ചേട്ടന് പ്രത്യേക നന്ദി. ശ്രീ അലിയാർ വക്കീൽ പറയുന്നു, ഞങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്, ആകാശിൻ്റെ പ്രകടനങ്ങൾ, എല്ലാവർക്കും സന്തോഷം. ഞങ്ങളെല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ, എല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി നന്മയോടെ പ്രാർത്ഥിക്കുന്നു. ആരും വളരെ സങ്കടത്തോടെ ഒന്നും ഇരിക്കേണ്ട, ഈ കാലം കടന്നു പോകും. നമ്മൾ നല്ലപോലെ നാടകത്തിൻ്റെ വേദികളിൽ ഇങ്ങനെ അടുത്തിരിക്കും. നമ്മൾ മാസ്ക് എന്ന് പറയുന്ന സാധനം പോലും ഉപയോഗിക്കുന്നൊരു കാലം ഉണ്ടാവും. കോവിഡ്, അയ്യോ എന്ത് കോവിഡ്, പണ്ടത്തെ കോവിഡ് അല്ലേ എന്ന് പറയുന്നൊരു കാലം ഉണ്ടാവും. എല്ലാം അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ സന്തോഷിച്ചിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ദുബായ് യാത്ര നടത്താനുള്ള സമയം ഉണ്ടായിരുന്നു, അടുത്ത് വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. അതുകൊണ്ട് പ്രവാസികൾക്ക് അവരുടെ സമ്മേളനങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടി എത്തുന്ന കാലം ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട സമയമാണിത്. ഈ സമയത്താണ് ഇങ്ങനെ ലോകവ്യാപകമായ കോവിഡ് ഭീതി നമ്മളെ അലട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും ഇന്ത്യക്ക് പുറത്തും നിന്ന് ഞങ്ങളെ കാണുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാസ്നേഹികളായ ആത്മമിത്രങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും ഒരു കായ് പറയുകയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞങ്ങൾ ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. ഓരോരുത്തരെയും ഞങ്ങൾ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഓർക്കും. ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ശ്രീ പയ്യന്നൂർ മുരളിച്ചേട്ടന് പ്രത്യേക നന്ദി. വലിയ നാടകത്തിൽ ഉള്ള ഓരോരുത്തരും അഭിമാനത്തോടെ ഇരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു ശൈലിയോടെ സംസാരിച്ചത്. നമ്മളേതാണ്ട് നാടകത്തിൻ്റെ വേറൊരു തട്ടാണ്, അല്ലെങ്കിൽ കലയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ സ്റ്റെപ്പാണെന്നൊന്നും ആരും ഓർക്കരുത്. നമ്മളൊക്കെ വലിയ അഭിജാതമായ പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ്. നമ്മളൊക്കെ വലിയ നിലയിൽ തന്നെ ആഘോഷിക്കപ്പെടേണ്ടവരാണ് എന്ന് വിചാരിക്കാനുള്ള ഔന്നത്യം ഓരോ കലാസ്നേഹികൾക്കും ഉണ്ടാവട്ടെ. പുറത്തുള്ളവർ നാടകക്കാരാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ബഹുമാനവും അതുപോലെ തന്നെ പരിഗണനയും നമുക്ക് നമ്മളോട് പരസ്പരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മളെ ആരാണ് ബഹുമാനിക്കുന്നത് എന്ന് ഒരു വലിയ ബോധ്യം നാടകക്കാർക്കുണ്ടാവട്ടെ. ഒരു സിനിമയിൽ അങ്ങോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സിനിമയിൽ പാട്ടെഴുതി കഴിയുമ്പോൾ ഉണ്ടാവേണ്ടതല്ല കലയിലെ ഔന്നത്യം. അത് ഏത് മേഖലയിലായാലും പരസ്പരം തിരിച്ചറിഞ്ഞ് പരസ്പരം സമ്മാനിക്കേണ്ടതാണ് എന്ന ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് കടക്കാവൂർ SS നടന സഭയിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും, എല്ലാ പ്രിയപ്പെട്ട മിത്രങ്ങൾക്കും, എല്ലാ പ്രിയപ്പെട്ട നാടക പ്രേമികൾക്കും, നാടകം കണ്ട് ഉത്സവപ്പറമ്പുകളിലും മറ്റ് പള്ളി മുറ്റത്തും അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ പേരുകളൊക്കെ ഉച്ചഭാഷണിയിലൂടെ മാത്രം കേട്ട് പരിചയപ്പെട്ട അണിയറ പ്രവർത്തകരായ ഞങ്ങളെക്കൂടി ഹൃദയത്തിൽ താലോലിച്ച ഓരോരുത്തർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവ്വമുള്ള ഹൃദയം നിറഞ്ഞ എൻ്റെയും കുടുംബത്തിൻ്റെയും നമോവാകം. ശുഭരാത്രി.